89.6 FM സർഗക്ഷേത്ര. ഇന്ന് സ്വാതന്ത്ര്യ ദിനത്തിൽ എൻ്റെ കൂടെയുള്ള സ്പെഷ്യൽ ആള് ഇന്ത്യൻ ഫുട്ബോൾ ലെജൻഡ് ആയിട്ടുള്ള ജോ പോൾ അഞ്ചേരിയാണ്. ഞാൻ കുറേ ഇൻട്രൊഡക്ഷൻ വാക്കുകൾ ഇങ്ങനെ ഓർത്തു വെച്ചിട്ടുണ്ടായിരുന്നു ജോ പോൾ ഏട്ടാ, പക്ഷേ എനിക്ക് അതിനേക്കാളൊക്കെ മുന്നേ ഫുട്ബോൾ എന്നും ജോ പോൾ അഞ്ചേരി എന്നും പറയുന്നത് തന്നെയാണ് ഏറ്റവും ബെറ്റർ എന്ന് എനിക്ക് തോന്നി. ഞാനപ്പോൾ അതിലൂടെ ചെറിയ ഇൻട്രോയിലൂടെ ഒതുക്കുകയാണ്. അതെ, കാരണം ഞാൻ ഫുട്ബോളിലൂടെയാണ് കടന്നു വന്നത്. അതുകൊണ്ട് എല്ലാവർക്കും പെട്ടെന്ന് ജോ പോൾ അഞ്ചേരി എന്ന് പറയുമ്പോൾ ഫുട്ബോൾ പെട്ടെന്ന് മനസ്സിൽ ഓർമ്മ വരും. അയ്യോ, എനിക്ക് എന്തൊക്കെ പറയേണ്ടതെന്നറിയാം. അതായത് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ പ്ലെയർ ഓഫ് ദി ഇയർ 2 തവണ നേടിയ ആള്, അതേപോലെ തന്നെ നമ്മളുടെ ഇന്ത്യയുടെ മുൻ ക്യാപ്റ്റൻ ആയിരുന്ന ഒരാള്, അതേപോലെ തന്നെ ഇന്ത്യക്ക് വേണ്ടി ഇന്റർനാഷണൽ ഗോളുകൾ നേടിയിട്ടുള്ള ആൾ. അങ്ങനെ എനിക്ക് എന്തൊക്കെ പറയാം, പക്ഷെ ഞാൻ പെട്ടെന്ന് ആലോചിച്ചു ഇങ്ങനൊരു മുന്നോട്ട് പോക്കാണ് നല്ലതെന്ന്. ഇന്ന് എവിടെയാണ്, തിരക്കാണോ അതോ വീട്ടിലുണ്ടോ? വീട്ടിലുണ്ട്, അധികം പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. കുറച്ച് ചില കാര്യങ്ങളുണ്ടായിരുന്നു, അത് കഴിഞ്ഞ് നേരെ വീട്ടിലെത്തി വീട്ടിലിരിക്കുന്നു എന്നല്ലേ. അപ്പോൾ ഞാൻ ഏറ്റവും ആദ്യം ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ 2002 ആ ഒരു വേൾഡ് കപ്പ് ക്വാളിഫയർ ഗോളിനെ കുറിച്ചാണ്. അത് ചോദിച്ചാൽ നമുക്ക് തുടങ്ങാമെന്ന് എനിക്ക് തോന്നുന്നു. യമനെതിരെ അടിച്ച ആ ഒരു വെടിയുണ്ട, അത് അങ്ങനെ തന്നെ ഞാൻ പറയും, യമനെതിരെ അടിച്ച നമ്മുടെ വെടിയുണ്ടാണ്, ഒരു ഇടതുകാൽ വെടിയുണ്ടായിരുന്നു അത്. അപ്പോൾ അത് നമ്മുടെ ബോക്സിന് ഒരുപാട് വെളിയിൽ നിന്നാണ് ജോ പോളേട്ടൻ ആ ഒരു ഗോള് തൊടുത്തു വിടുന്നത്. എന്തായിരുന്നു ആ ടൈമിൽ മനസ്സിൽ? തട്ടിത്തെറിച്ച് പന്ത് അടുത്ത് വരുന്നു, കാലിൽ കിട്ടുന്നു, പിന്നെന്തായിരുന്നു മനസ്സിൽ? പിന്നെ അത് നമുക്ക് അവിടെ അടിക്കാനുള്ള സ്പേസ് ആണ് ഞാൻ അധികം നോക്കിയത് പെട്ടെന്ന്. അതായത് പന്ത് കിട്ടിയതിന് ശേഷം ആ പന്ത് ഞാൻ തട്ടിയിട്ടപ്പോ ഒരു ഡിഫൻഡർ ഉണ്ടായിരുന്നു, ആ ഡിഫൻഡറെ മറികടക്കാൻ ഈസി ആയിരുന്നു എനിക്ക്. പിന്നെ ആ ഡിഫൻഡർ വരുന്നതിന് മുമ്പ് തന്നെ ബ്ലോക്ക് ചെയ്ത് നോക്കിയപ്പോ ഞാൻ എന്റെ ഒരുവിധം ക്ലബുകൾക്ക് കളിക്കുമ്പോൾ ഒരുവിധം ലോങ് റേഞ്ചുകൾ അങ്ങനെ എപ്പോഴും അടിക്കുന്ന ഒരാളാണ്. അത് നമുക്ക് പ്ലേസിങ് മാത്രമല്ല, അത് നമ്മൾ മിഡ്ഫീൽഡിൽ കളിച്ചു വരുമ്പോൾ അത് എങ്ങനെയായാലും നമുക്ക് അടിക്കാൻ തോന്നും. അവിടെ ആ സിറ്റുവേഷൻ ആണ്, കാരണം നമ്മുടെ ഒരു ഡിസിഷൻ മേക്കിംഗ് ആണ് അവിടെ. സത്യം. അവിടെ നമുക്ക് സ്ട്രൈക്കിലേക്ക് വേണമെങ്കിൽ പാസ് കൊടുക്കാമായിരുന്നു. അതിനാളും ബെറ്റർ ഓപ്ഷൻ ഞാൻ വിചാരിച്ചു, കാരണം മഴ പെയ്ത് ചെറുതായിട്ട് വെള്ളം തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ ഡിപ്പിംഗ് ഷോട്ട്സ് എപ്പോഴും ഗോൾ കീപ്പേഴ്സിന് ബുദ്ധിമുട്ടാണ്, ചിലപ്പോ ഒന്ന് കുത്തി തിരിഞ്ഞേക്കാം. അതെ, അതാ പന്ത് അങ്ങനെ തന്നെ ഗോൾ കീപ്പറുടെ മുന്നിൽ പന്ത് കുത്തുന്നത് ഗോളായി മാറുന്നു. സ്പീഡാണ്. അടിപൊളി അടിപൊളി അടിപൊളി. എന്തായാലും എനിക്ക് ആ വേൾഡ് കപ്പ് ക്വാളിഫൈനുള്ള ടോപ്പ് സ്കോർ ഞാനാ 4 ഗോൾ കളിച്ചത്. അതെ അതെ അതെ. അല്ല, എനിക്ക് പെട്ടെന്നേ പറയാൻ തോന്നുന്നതേ മിടുക്കൻ എന്നാണ് എനിക്ക് പറയാൻ തോന്നുന്നത്. പക്ഷെ ജോ പോളേട്ടനെ നോക്കിയിട്ട് ഞാൻ മിടുക്കൻ എന്ന് പറഞ്ഞാൽ എന്നെ ഇവിടെ വന്ന ആൾക്കാർ ഇടിക്കും. അപ്പൊ എന്തായാലും നമ്മളെ കൂടെ ജോ പോൾ അഞ്ചേരിയാണുള്ളത്, ജോ പോളേനാണുള്ളത്, ഇന്ത്യൻ ഫുട്ബോൾ ലെജൻഡ്. സ്വാതന്ത്ര്യ ദിനമായിട്ട് അദ്ദേഹത്തിന്റെ ഇന്ത്യൻ ജേഴ്സിയിലുള്ള ചില നിമിഷങ്ങളെക്കുറിച്ചും ഇന്ത്യൻ ഫുട്ബോളിൽ അദ്ദേഹം നേടിയ ഗോളുകളെ കുറിച്ചും ഒക്കെ തന്നെയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സേതുവാണ് കൂടെ. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. ഇന്ന് സ്വാതന്ത്ര്യദിനം സ്പെഷ്യൽ ഇമ്മിണി ബില്ലുരാളിൽ എൻ്റെ കൂടെ ഉള്ളത് ഫോഴ്സ കൊച്ചിയുടെ അസിസ്റ്റന്റ് കോച്ച്, അതേപോലെ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഗോളുകൾ നേടിയിട്ടുള്ള ലെജൻഡ് ഒക്കെ ആയിട്ടുള്ള ജോ പോൾ. കഴിഞ്ഞ വർഷമായിരുന്നു ഫോഴ്സ കൊച്ചിയുടെ. ഈ വർഷം എന്തെങ്കിലും നമുക്ക് ബന്ധം നമുക്ക് ഉണ്ടോ അതുമായിട്ട്? ഉണ്ടായിരിക്കും, ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല, അത് വെളിപ്പെടുത്താറായിട്ടില്ല എന്ന്. അപ്പൊ എന്തായാലും ഞാൻ ആ ഒരു കാര്യം പറയുന്നതോടൊപ്പം തന്നെ നമുക്ക് വെളിപ്പെടുത്താറായിട്ടില്ല. പക്ഷെ എന്താ പറഞ്ഞ, ജോ പോൾ അഞ്ചേരി എന്നുള്ള ഫുട്ബോൾ താരം ആ ടീമിന്റെ ഒരു നെടുന്തൂട് തന്നെയാണ്. നമ്മൾ ടീമിനെ ഒത്തൊരുമിച്ച് കൂടെ നിർത്തുന്ന കാര്യത്തിലാണെങ്കിലും ടീമിന് വേണ്ടി സംസാരിക്കുന്ന കാര്യത്തിലാണെങ്കിലും ഒക്കെ ജോ പോളേട്ടൻ എപ്പോഴും ഒരു എന്താ പറയുക, ഒരു സ്റ്റാൻഡ് എടുക്കാറുണ്ട്. അതായത് എൻ്റെ ടീം, എൻ്റെ പിള്ളേർ എന്നുള്ളൊരു സ്റ്റാൻഡ് എടുക്കാറുണ്ട്. അതെന്താണ് അങ്ങനെ ഒരു സ്റ്റാൻഡ്? എപ്പോഴും ഇന്ത്യൻ ക്യാപ്റ്റൻ ആകുമ്പോഴും ആ സ്റ്റാൻഡിന് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കോച്ചായപ്പോഴും ആ സ്റ്റാൻഡ് എന്താണ് അങ്ങനെ? അതായത് നമുക്ക് കളികൾ, അതായത് നമ്മുടെ ഓരോരോ ക്യാരക്ടറാണ്. അതായത് നമ്മളൊരു എപ്പോഴും ഒരു ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുക ഒരാളെ, വെച്ചാല് പ്ലേയേഴ്സിനെ. അതുപോലെ നമ്മൾ കറക്റ്റ് കമ്മ്യൂണിക്കേഷൻ, അത് റോങ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് അല്ല, റൈറ്റ് പേഴ്സൺ റൈറ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ. അതുപോലെ അത് ഞാൻ അതായത് മുന്നേ, അതായത് ഇത് ഉണ്ടാവാൻ കാരണം ഇപ്പൊ സേതുവിന്റെ അടുത്ത് പറയാം, അതായത് 95 എന്നെ അക്രമവും കോച്ചാക്കി അണ്ടർ 23 പ്രീ ഒളിമ്പിക്സ് ടീമിന്റെ. അന്ന് മുതലാണ് ഞാൻ അങ്ങനെ, അതായത് ലീഡർഷിപ്പ് അതെന്തായാലും നമുക്കത് ചെയ്തേ പറ്റൂ. അതുകൊണ്ടാണ് ഞാനത് ആ വഴിക്ക്, കാരണം നമ്മളൊരാളെ ഗൈഡ് ചെയ്യുകയാണെങ്കിൽ അവന് ഈസി ആയിരിക്കും. ഇപ്പൊ ഞാൻ ഇപ്പൊ സെന്റർ ബാക്ക് കളിച്ചാലും മിഡ്ഫീൽഡ് കളിച്ചാലും ഫ്രണ്ട് ലൈനുള്ളവർക്ക് അല്ലെങ്കിൽ വേറെ ഉള്ളവർക്ക് ആർക്കായാലും അത് കൊടുക്കാൻ പറ്റും. അതാണ് ഞാൻ എന്റെ ഒരു ഐഡിയ അതായിരുന്നു. അതായത് ബെസ്റ്റ് ഇൻഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഈസി ആയിട്ട് പന്ത് കളിക്കാൻ സാധിക്കും. കമ്മ്യൂണിക്കേഷൻ എളുപ്പമാക്കുക, കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആക്കുക. അതെ, ഓക്കെ. അപ്പൊ അങ്ങനെയാണ് ഈ പറഞ്ഞ പോലെ നമ്മൾ ടീമിന്റെ കൂടെ ഒത്തിണങ്ങി വരുന്നതും
ടീമിന്റെ ആളുകൾ ബോണ്ടിങ് ഉണ്ടാവും പ്ലേയേഴ്സ്. ചില സമയത്ത് ചില പ്ലേയേഴ്സിനെ ചീത്ത വിളിക്കേണ്ടി വരും, ചിലരെ നല്ലപോലെ ഇതാക്കേണ്ടി വരും. അതൊക്കെ നമ്മൾ ആ സമയത്തുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. അത് കളി കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ഒരേപോലെ നമ്മള്. അതെ അതെ അതെ. എന്തായാലും FC കൊച്ചിന്റെ ഓർമ്മകളും മോഹൻ ബഗാന്റെ ഓർമ്മകളും ഒക്കെ നമുക്ക് ഷെയർ ചെയ്യേണ്ടതുണ്ട്. അതൊക്കെ വരുന്നുണ്ട്. എൻ്റെ കൂടെ ഉള്ളത് ഇന്ത്യൻ ഫുട്ബോൾ ലെജൻഡ് ജോ പോൾ അഞ്ചേരിയാണ്. ജോ പോളേട്ടൻ ഇനിയും പറയാനുള്ള എൻ്റെ ഒരു ചോദ്യം ഒന്ന് നേരത്തെ പറയുകയാണെങ്കിൽ, ആദ്യമായിട്ട് ഇന്ത്യൻ ടീമിലേക്ക് വിളി വന്നപ്പോൾ എങ്ങനെയായിരുന്നു ആ ഒരു കാര്യം അറിഞ്ഞത്, എങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അത് നമുക്ക് എന്തായാലും പാട്ട് കഴിഞ്ഞിട്ട് ചോദിക്കാം. അതിനുവേണ്ടി കാതോർത്തിരിക്കൂ. സേതുവാണ് കൂടെ. കാതോരം, കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. ഇന്ന് ഇമ്മിണി വെല്ലിനാളിൽ എൻ്റെ കൂടെയുള്ള അതിഥി ഇന്ത്യൻ ഫുട്ബോളിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, കമൻട്രി ബോക്സിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തമായിട്ടുള്ള നിലപാടുകൾ പറയുന്ന ജോ പോൾ അഞ്ചേരിയാണ്. ജോ പോളേട്ട, നമുക്ക് ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം ഇനിയിപ്പം പുറത്തെടുക്കാൻ പോവാണ്. ആദ്യമായിട്ട് ഇന്ത്യൻ ടീമിലേക്ക് സെലക്ട് ചെയ്യപ്പെടുന്നു എന്ന് അറിയുന്നു. അതാരായിരുന്നു വിളിച്ചു പറഞ്ഞത്, അല്ലെങ്കിൽ ആ കാര്യങ്ങൾ അറിയാൻ നേരിട്ട് അവിടെ ഉണ്ടായിരുന്നോ? അതേപോലെ തന്നെ അത് എങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്തത് മൊത്തം? ഇപ്പോൾ ജോ പോളേട്ടൻ എപ്പോഴും ജോ പോളേട്ടൻ്റെ അച്ഛൻ്റെ കാര്യങ്ങൾ പറയാറുണ്ട്, അച്ഛൻ എപ്പോഴും റിസ്ക് എടുക്കാനായിട്ടൊക്കെ പറയാറുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ ഒരു സെലിബ്രേഷൻ, അപ്പൻ്റെയും മകൻ്റെയും? അതൊക്കെയാണ് എനിക്ക് അറിയേണ്ടത്, പറയൂ. സെലിബ്രേഷൻ അത് ഞാൻ 92 മുതൽ തന്നെ ഇന്ത്യൻ ക്യാമ്പിൽ വിളിച്ചു തുടങ്ങിയതാ. 93-ല്, അതായത് നമുക്ക് ഏജ് ആയിട്ടില്ലല്ലോ. അപ്പൊ ഒരുപാട് സീനിയർ പ്ലേയേഴ്സ് ഉണ്ട്. അപ്പൊ കേരളത്തിൽ നിന്ന് തന്നെ അറ്റ്ലീസ്റ്റ് ഒരു 9 പ്ലേയേഴ്സ്, പോലീസിൽ നിന്ന് പറയുകയാണെങ്കിൽ ഒരു 7-8 പേരുണ്ട്. സത്യേട്ടുണ്ട്, ഷർഫക്ക് ഉണ്ട്, തോബിയാസേട്ടൻ, വിജയൻ, പിന്നെ ലിസ്റ്റ് പാപ്പച്ചൻ, ഇതുപോലെ ഒരുപാട് പേരുണ്ടായിരുന്നു. അതുപോലെ ഗോൾ കീപ്പർ രാജീവ് കുമാർ, ചാക്കോ. അപ്പൊ അവരൊക്കെ ക്യാമ്പിലുണ്ടായിരുന്നു. അപ്പൊ അതിൽ ഏറ്റവും ജൂനിയർ ഞാനാണ്. അപ്പൊ ആ ക്യാമ്പിലേക്ക് ഞാൻ 92-ല് എന്നെ വിട്ടില്ല. ആര്, കേരള ഫുട്ബോൾ അസോസിയേഷൻ പറഞ്ഞു നിനക്ക് ഏജ് ആയിട്ടില്ല, നീ ഇപ്പൊ പോയാലും അവര് സീനിയർ പ്ലേയേഴ്സിനെ എടുക്കുള്ളൂ, നമ്മൾ പിന്നെ പോയിട്ടും കാര്യമില്ല. അങ്ങനെ 93-ല് എന്നെ 2 ക്യാമ്പിൽ വിളിച്ചു. അവസാനം ആ ക്യാമ്പിൽ നിന്ന് അവസാനം ഞാൻ റിസർവായി മാറാണ്. അപ്പൊ കോച്ചസിനെ അറിയാം എന്നെ കുറിച്ച്, കളിയുടെ ഇതൊക്കെ. പിന്നെ ഒരു 94-ലാണ് ഞാൻ ആദ്യമായിട്ട് ഇന്ത്യക്ക് കളിക്കുന്നത്. 94-ല് ഞാൻ ആദ്യമായിട്ട് ഇന്ത്യക്ക് കളി. അന്ന് സത്യേട്ടനാണ് ക്യാപ്റ്റൻ. അതുവരെ ഒരുപാട് ക്യാമ്പുകൾ ഞങ്ങൾ ഉണ്ടായിരുന്നു. എന്നാലും എനിക്കതിൽ വിഷമം ഉണ്ടായിരുന്നില്ല. കാരണം ഇന്ത്യൻ ടീമിൽ, കാരണം നമ്മളാണ് സീനിയർ പ്ലേയേഴ്സ് ഒരുപാട് പേരുണ്ടാവും. അപ്പൊ നമുക്ക് ഏജ് ആവണുള്ളൂ കളിക്കാൻ ഇതൊക്കെ ആയിട്ട്. പക്ഷെ ഏജ് ഒന്നും പ്രശ്നമില്ലായിരുന്നു. പക്ഷെ അവരെ നമുക്ക് ഒരിക്കലും നമുക്കറിയാം ഇത് ഇത്രയും പ്ലേയേഴ്സ് എന്തായാലും ഉണ്ട്, അവരെ കാരിയർ കഴിയാറായല്ലോ. അതപ്പോഴാണ് നമുക്ക് കാരിയറായിട്ട് വരാൻ പോകുന്നത്. അപ്പൊ അങ്ങനെ ഞാൻ സത്യേട്ടൻ ഉണ്ടായിരുന്നു. ഞാനും വിജയനും സത്യേട്ടനും ഷാജി, VP ഷാജി, ഞങ്ങൾ 4 പേരാണ് അന്ന് ഇന്ത്യൻ ടീമിൽ ഉണ്ടായിരുന്നത്. ഖത്തറിൽ വെച്ചായിരുന്നു മത്സരം. അങ്ങനെ ഖത്തറിൽ ആദ്യത്തെ കളി കളിക്കുന്നു. അപ്പൊ സെലക്ഷൻ പൊസിഷൻ സ്ട്രൈക്കർ ആയിരുന്നു. അന്ന് സ്ട്രൈക്കർ ആയിരുന്നു. അന്ന് ഞാനും വിജയനാണ് സ്ട്രൈക്കർ കളിച്ചിരുന്നത്. അന്ന് ആദ്യത്തെ കളി തന്നെ, ഇന്ത്യയുടെ ആദ്യത്തെ മത്സരത്തിൽ തന്നെ ഗോൾ അടിക്കാൻ സാധിച്ചു. 2 ഗോളുകൾ അടിച്ചു. വിജയ് ഒരു ഗോൾ അടിച്ചു, പിന്നെ സബീർ പാഷ ഒരു ഗോൾ അടിച്ചത്. അപ്പൊ ഫസ്റ്റ് കളി നമ്മൾ ജയിച്ചു ബംഗ്ലാദേശായിട്ട്. അതാണ് തുടക്കം. അതെ, നമുക്ക് കിട്ടിയ ചാൻസ് നമ്മൾ വേണ്ട വിധത്തിൽ ഉപയോഗിച്ചു. അതെ, അത്ര അതില് കോച്ചുമാരൊരു ഇതുണ്ട്. അവര് നമ്മളിപ്പോ കളിപ്പിച്ചില്ലെങ്കിൽ നമുക്ക് അതിനുള്ള ചാൻസ് ഇല്ല, സത്യം. പക്ഷെ അവരൊക്കെ ഇത് കണ്ടു. അവര് ഓക്കെ ആള് കളിക്കാൻ പറ്റുന്ന തോന്നി, അതുകൊണ്ട് നമ്മൾ കളിപ്പിച്ചില്ല, വലിയ ചാൻസ് കിട്ടി. അന്ന് ജെറി പെസക്ക ആയിരുന്നു. എന്തായാലും ചേട്ടന്റെ നാവിൽ നിന്ന് തന്നെ ആ പേരും കേൾക്കുമ്പോൾ നമ്മൾ ഫുട്ബോൾ ആരാധകർക്കുള്ള ഒരു പുളകം ഉണ്ടല്ലോ, അത് ഞാനായിട്ട് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എടുത്ത് ചോദിച്ചാണ്. അപ്പോൾ എന്തായാലും നമ്മളെ ഇപ്പോൾ സത്യേട്ടനെ കുറിച്ച് പറയുമ്പോഴേക്കും വളരെ വേദനയുള്ള, ഇപ്പോൾ സിനിമ ഇറങ്ങുന്നതിന് മുന്നേ ആണെങ്കിൽ പോലും, ഇപ്പോൾ ഞാനൊക്കെ ആണെങ്കിൽ എൻ്റെ ഫുട്ബോൾ, ഇപ്പോൾ എൻ്റെ അച്ഛനും കൊച്ചച്ഛനും ഒക്കെ ഫുട്ബോൾ ഇത്രയും കാര്യമായിട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ എന്നെ തോളത്തിരുത്തി ഫുട്ബോൾ കാണാൻ കൊണ്ടുപോകുന്ന ഒരു വീട്ടുകാരെനിക്ക് ഉണ്ടായിരുന്നതുകൊണ്ടും എനിക്ക് ഈ പറഞ്ഞ പോലെ ഈ കഥകളും ഈ സങ്കടവും ഒക്കെ അറിയാം. പക്ഷെ സത്യേട്ടൻ്റെ അടുത്ത് അടുത്ത് പെരുമാറിയിട്ടുള്ള ആളല്ലേ. ഞാൻ ഒരു കാര്യം കിട്ടെ, ഇത്രയൊക്കെ സപ്പോർട്ട് ഉണ്ടായിട്ട് എന്തുകൊണ്ട് കളിക്കാൻ ഇറങ്ങിയില്ല? അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ എന്റെ ശ്രദ്ധ 2-3 സ്ഥലത്തായി പോയി. ഒന്ന് കല എന്നുള്ള സൈഡില്, ഒന്ന് ഫുട്ബോൾ എന്നുള്ള സൈഡില്, എല്ലാം കൂടി ഇങ്ങനെ മിക്സ് ആയി പോയി. അതാ പറ്റിയത്. അപ്പൊ സത്യേട്ടനായിട്ടേ ചേട്ടാ ഇപ്പൊ വളരെ അടുത്ത് പെരുമാറിയിട്ടുള്ളല്ലേ. ഇപ്പൊ വിജയേട്ടനാണെങ്കിലും അതേപോലെ ഒരുമിച്ച് കളിച്ചതാണല്ലോ. വിജയനും സത്യേട്ടനും ഷർഫക്കൊക്കെ ഒരുമിച്ച് ഒരുപാട് കാലങ്ങൾ അവര് പോലീസ് ടീമിലും ഇന്ത്യൻ ടീമിലും ഒക്കെ ഒരുമിച്ചുണ്ടായിരുന്നു.
അല്ല അപ്പൊ അവരുടെ ഗൈഡൻസേ ഇപ്പൊ സത്യേട്ടൻ്റെ ഒരു ഗൈഡൻസ് ഇപ്പൊ നിങ്ങൾക്ക് രണ്ടുപേർക്കും അത് കൃത്യമായിട്ട് അറിയാലോ, വിജയേട്ടനും കറക്റ്റായിട്ട് അറിയാം, ജോപ്പോളേട്ടന് കൃത്യമായിട്ട് നിങ്ങൾ രണ്ടുപേരും ഗൈഡൻസ് കിട്ടുന്ന ആൾക്കാരാണ്. അപ്പൊ ലീഡർഷിപ്പാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആളിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് കണ്ടുപിടിക്കാനുണ്ടായിരുന്നു. കാരണം ആള് ഒരു ക്യാപ്റ്റനായി നിന്ന് അവിടെ നിന്ന് കഴിഞ്ഞാൽ ആ ഒരു നമ്മൾ പറയില്ലേ തലയെടുപ്പുള്ള ഒരാളാ. സത്യം സത്യം. അതുകൊണ്ട് ജോപ്പോളേട്ടനെ പോലെ തൃശ്ശൂരുകാരന് അത് തന്നെ പറയണം, തലയെടുപ്പ് തന്നെ പറയണം അല്ലേ? അതെ അല്ല ഉള്ള കാര്യം എല്ലാവർക്കും ഒരു കോൺഫിഡന്റ് ആണ് സത്യം ടീമിലുണ്ട് എന്ന് പറയുമ്പോ തന്നെ. സ്റ്റോപ്പ് ബാക്കിൽ അല്ലെങ്കിൽ മിഡ്ഫീൽഡിൽ നിൽക്കുകയാണെങ്കിൽ അവിടെ എന്തായാലും ഒരാൾക്ക് കിടക്കാൻ പറ്റില്ല. നമ്മൾ അങ്ങോട്ട് നോക്കണ്ടെന്നുള്ളൊരു ഫീൽ വരും. ഇപ്പൊ നമ്മൾ കൂടെ കളിക്കുന്ന ചില ആൾക്കാരുണ്ട്, നമ്മൾ പറയുമല്ലോ അത് വിട്ടേക്ക് ആയര് വിട്ടേക്ക് നമ്മൾ പറയും അല്ലേ, അതേപോലത്തെ മൂഡ്. എന്തായാലും സത്യേട്ടൻ്റെ കഥയും കൂടി പറഞ്ഞുകൊണ്ട് നമ്മളിത് അടുത്ത പാട്ടിലേക്ക് പോകുന്നു. പാട്ട് കഴിഞ്ഞിട്ടാണ് ഇനിയിപ്പോൾ നമ്മൾ ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ പുതിയ കോച്ചിനെ കുറിച്ച് ചില കാര്യങ്ങൾ സംസാരിക്കാൻ പോകുന്നു. അതിനുവേണ്ടി കാതോർത്തിരിക്കൂ. സേതുവാണ് കൂടെ. എൻ്റെ കൂടെ ഉള്ളത് ഇന്ത്യൻ ഫുട്ബോൾ ലെജൻഡ് ജോ പോൾ അഞ്ചേരി. 89.6 FM സർഗക്ഷേത്ര. എൻ്റെ കൂടെ ഇന്ന് സ്വാതന്ത്ര്യ ദിനമായിട്ട് ഇമ്മിണി ബലിനാളിൽ എത്തിയിരിക്കുന്ന ആളുടെ പേര് മലയാളികളുടെ സ്വന്തം ജോയാണ്, ഞാൻ അങ്ങനെ പറയും, അല്ലെങ്കിൽ മലയാളികളുടെ സ്വന്തം ജോപോളാണ് എൻ്റെ കൂടെ ഇപ്പോൾ ഉള്ളത്. ജോപോളേട്ട, നമ്മൾ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഇപ്പോഴത്തെ പുതിയ കോച്ചിനെ കുറിച്ച് ഇനി സംസാരിക്കണം. ഖാലിദ് ജമീലാണ് ഇപ്പോൾ ഇന്ത്യൻ ടീമിൻ്റെ കോച്ചായിട്ട് നിയമിതനായിരിക്കുന്നത്. നമ്മൾ ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ എന്നെപ്പോലെയുള്ള ഫുട്ബോൾ ആരാധകർക്കും നിങ്ങളെപ്പോലെ വളരെ ക്ലോസ് ആയിട്ട് ഇപ്പോൾ ജോപോളേട്ടനെ പോലെയുള്ള ഇന്ത്യൻ ഫുട്ബോളിൻ്റെ എന്താ പറയുക ഇങ്ങനെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് വളരെ ക്ലോസ് ആയിട്ട് ഈ എന്താ പറയുക ഇങ്ങനെ ആളുകളെ പരിശീലിപ്പിക്കുക, അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്ന ഒരാൾക്കും അത് വളരെ സന്തോഷമുള്ളൊരു മാറ്റം തന്നെയാണ്. ഖാലിദ് ജമീൽ ഇന്ത്യൻ ടീമിൻ്റെ കോച്ചായിട്ട് വന്നത്. നമുക്കറിയാം അദ്ദേഹം നോർത്ത് ഈസ്റ്റിന് വേണ്ടി ചെയ്ത അദ്ദേഹത്തിൻ്റെ ആ ഒരു വർക്കും ഒക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ആ കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്, ജോപോളേട്ടന് സന്തോഷമായിരിക്കും ഞാൻ പ്രതീക്ഷിക്കുകയാണ്. തീർച്ചയായിട്ടും. കാരണം ഖാലിദ് ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള ഒരു കോച്ച് കൂടിയാണ്. അത് മാത്രമല്ല അവന്റെ ചൈൽഡ്ഹുഡ് അവൻ കുവൈറ്റിലാണെങ്കിലും മിഷൽ പാറ്റ്നിയുടെ ക്യാമ്പിലാണ് അവൻ ഉണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ ടച്ചസും അതൊക്കെ വേൾഡിലെ ഏറ്റവും ബെസ്റ്റ് ടച്ച് ആരെയും ചോദിച്ചാൽ സിദാന്റെ ഭാര്യ പറയുള്ളൂ. ഫസ്റ്റ് ടച്ച്. അപ്പൊ അതുപോലെ ഒരാളാണ് ക്യാമ്പ് കഴിഞ്ഞു വന്നു. അതിനുശേഷം മഹീന്ദ്രയ്ക്ക് കളിക്കുന്നു. ഞങ്ങളുടെ കൂടെ ഇന്ത്യൻ ടീമിലേക്ക് ഞാൻ അവനാണ് മിഡ്ഫീൽഡറായി കളിച്ചിരുന്നത്. ഇതിലൊക്കെ അതിൽ കാണാൻ ഖാലിദ് തന്നെ 2001 പ്രീ വേൾഡ് കപ്പ് മത്സരങ്ങള്, അതുപോലെ മറ്റുള്ള ടൂർണമെന്റ് സാഫ് ഗെയിംസ് ആയാലും ഒരുപാട് മത്സരങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് കളിച്ചിട്ടുണ്ട് മിഡ്ഫീൽഡായിട്ട്. അതിനുശേഷം സുഖീന്ദർ സിംഗ് വന്നപ്പോൾ ഇന്ത്യൻ ടീമിൽ ഞാനും ജമീലായിരുന്നു മിഡ്ഫീൽഡേഴ്സ്. അത് കഴിഞ്ഞ് അതിനു മുമ്പ് ജമീൽ വന്നത് എനിക്ക് തോന്നുന്നു 97 ക്യാമ്പിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്കറിയില്ല. അന്ന് നൈമുദ്ദീൻ സാറായിരുന്നു. അപ്പൊ ഇന്ത്യൻ ടീമിന്റെ കോച്ചായിട്ട് വന്നിട്ട് നല്ല റിസൾട്ടുകൾ ഉണ്ടാക്കിയ കോച്ചുമാരാണ്. കാരണം നൈമുദ്ദീൻ സാർ വന്നിട്ട് ഫസ്റ്റ് സാഫ് കപ്പ്, ഞങ്ങളുടെ ആദ്യത്തെ സാഫ് കപ്പ് ആയിരുന്നു 97 അത് വിൻ ചെയ്തു. അതിനുശേഷം നെഹ്റു കപ്പ് ഇവിടെ സെമി ഫൈനലിൽ നമ്മൾ തോറ്റു പോകുന്നു. അതിനുശേഷം വീണ്ടും ഒരു ട്രോഫി നേടുന്നു. അതൊക്കെ ഞാൻ പറഞ്ഞു, ഇപ്പൊ ഈ 2-3 കോച്ചുമാരെടുത്ത് പറയുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കിയവരാണ്. സത്യം. അത് മാത്രമല്ല, ഇപ്പൊ നമ്മൾ പറയാണ് സുഖീന്ദറിനെ പറയുകയാണെങ്കിൽ ഇന്ത്യൻ ടീമിന് വന്നിട്ട് ഞങ്ങൾ 1 പോയിന്റിന് അതോ 2 പോയിന്റിനാണ് പുറത്തു പോയത് സെക്കൻഡ് റൗണ്ടില്. യുഎഇയുമായിട്ടുള്ള കളിയില് 1 പോയിന്റിന് ഞങ്ങൾ പുറത്തു പോകുന്നു ക്വാളിഫയേഴ്സില്. അല്ലെങ്കിൽ നമുക്ക് അതിനൊരു ചാൻസ് ഉണ്ടായിരുന്നു. ഇപ്പോഴും നമ്മൾ വേൾഡ് കപ്പ് എന്ന് നോക്കിയിരിക്കുമ്പോഴേക്കും ചില പഴയ കഥകൾ നമ്മൾ ഓർക്കേണ്ടിയിരിക്കുന്നു എന്നല്ലേ? അതെ അതെ. കാരണം ഞങ്ങള് അവിടെ യമനായിട്ടുള്ള കളി ഞങ്ങള് 3-2 ലീഡ് നിന്നു. അതിനുശേഷം ലാസ്റ്റ് മിനിറ്റിൽ ഒരു ഗോൾ കൺസിഡർ ചെയ്തിരുന്നു. അല്ലെങ്കിൽ ഇന്ത്യ സെക്കൻഡ് റൗണ്ടിലേക്ക് ക്വാളിഫൈ ചെയ്യുമായിരുന്നു. അതൊക്കെ നമ്മൾ പറയാം, ചില സമയത്ത് നമുക്ക് ഭാഗ്യം വേണം. സത്യം. അത് കൃത്യമാണത്. അതായത് നമ്മൾ എത്ര കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിനകത്തൊരു ലക്ക് ഫാക്ടറും കൂടി അല്ലെ പൊടിക്ക് നമുക്ക് വേണ്ടിയിരിക്കുന്നു. ഞാനിപ്പോ ഖാലിദിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഖാലിദിന്റെ നമുക്ക് എത്ര എക്സ്പീരിയൻസ് ഉണ്ട്. ഒരുപാട് ക്ലബുകൾ കൂടെ കളിക്കാനും അതുപോലെ തന്നെ ആ ക്ലബുകൾക്ക് കോച്ചിങ് കൊടുത്തു. അപ്പൊ ഇതിലൊക്കെ ഖാലിദിന്റെ കാര്യം ഓരോ പ്ലെയറെ കുറിച്ചും പഠിക്കാനുള്ള കഴിവുണ്ട്. അല്ല ഇപ്പൊ ഖാലിദ് ഇപ്പൊ എവിടെ ഫൈനൽ വരെ, ഇപ്പൊ ഫൈനൽ ഇവിടെ കഴിഞ്ഞ വർഷം എത്തിയെങ്കിലും സൂപ്പർ കപ്പില്. പക്ഷെ മറ്റുള്ള കളികൾ നോക്കാം, ISL സെമി ഫൈനലിൽ എത്തിച്ച 2 ടീമുകളാണ്, ജംഷഡ്പൂർ FC നോർത്ത് ഈസ്റ്റും. ഇപ്പൊ അതായത് നമ്മളിപ്പോ ഫോറിൻ കോച്ച് വരെ വന്നിട്ട് നമുക്ക് ഉപകാരം ഉണ്ടാവണം. സത്യം. അപ്പൊ നമ്മൾ ഇത്രയും നാൾ കൊണ്ടു നടന്നു, എത്രയോ കൊല്ലങ്ങളായിട്ട് ഫോറിൻ കോച്ചുകളായിരുന്നു. 2001 ശേഷം എനിക്ക് തോന്നുന്നില്ല ഫോറിൻ കോച്ച് ഇന്ത്യൻ കോച്ച് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത്.
വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പൊ ഒരു ഇന്ത്യൻ കോച്ച് വരുന്നത്. ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പൊ അതായത് ഇപ്പോ കോച്ചിങ് നമ്മൾ ലൈസൻസ് ചെയ്യുമ്പോ ഈ പ്രോ ലൈസൻസിനൊക്കെ ഒരുപാട് പൈസ മുടക്കിയിട്ടാണ് നമ്മൾ സ്വന്തം കയ്യിൽ നിന്ന് മുടക്കിയിട്ടാണ് അതെ പഠിക്കാൻ പോകുന്നത്. പിന്നെ നമ്മൾ അതിന് നമുക്കൊരു വാല്യൂ ഇല്ലെങ്കിൽ പിന്നെ എന്താ കാര്യം, നമുക്ക് അതിനുള്ള ഓപ്പർച്യൂണിറ്റി ഇല്ലെങ്കിൽ പിന്നെ അതിന്റെ യൂസ് ഇല്ലല്ലോ. അത്രേ ഉള്ളൂ. നമ്മുടെ നാട്ടിൽ തന്നെ നമുക്കൊരു അവസരം കിട്ടിയില്ലേ പിന്നെ നമ്മൾ ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പോ നമ്മുടെ ഇവിടെ ഇപ്പോ നമ്മൾ പറയുന്ന കോച്ചസിന്റെ കാര്യം പറയണേ, ഇപ്പോൾ ചേട്ടൻ, അതേപോലെ നമുക്ക് തങ്ബോയ് സിംഗ്തോ ഉണ്ട്, അതേപോലെ നമുക്ക് പ്രദ്യും റോയ് ഉണ്ട്, ഇപ്പോൾ ഖാലിദ് ജമീൽ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്ത്യയിൽ തന്നെ വളരെ വലിയ അവസരങ്ങൾ കിട്ടണം എന്നാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത്. നിങ്ങളെ ഞങ്ങൾ പുറത്തു കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതല്ല, നമ്മളത് തന്നെയാണ്. നമുക്കിപ്പോ പുറത്ത് പോകുന്ന വെച്ചാൽ നമ്മൾ അത്രയ്ക്കധികം UEFA സർട്ടിഫൈഡ് സാധനങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടായാൽ മാത്രമാണ്. അല്ലെങ്കിൽ നമുക്ക് സൗത്ത് ഏഷ്യയിൽ വേണമെങ്കിൽ പോകാം, പക്ഷെ മറ്റുള്ള കൺട്രീസിൽ പോകണമെങ്കിൽ അതിൻ്റെതായ മാനദണ്ഡങ്ങൾ ഉണ്ടായിരിക്കാം. സത്യം. പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ തന്നെ നമ്മൾ കുറച്ചും കൂടി, അതായത് ചില ഇപ്പോ കളി വരുന്നു, ISL ഒക്കെ ഫോറിൻ കോച്ചിന് വയ്ക്കുന്നു, ഐ ലീഗില് ഇന്ത്യൻ കോച്ചസ് ആവട്ടെ, പ്രോ ലൈസൻസ് ഉള്ള കോച്ചുമാരുണ്ടല്ലോ, ലൈസൻസ് ഉള്ള കോച്ചുമാരുണ്ട്. ഈ കളിക്കാർക്ക് എക്സ്പീരിയൻസ് കിട്ടുന്നത് പോലെയാണ് കോച്ചുമാർക്ക് എക്സ്പീരിയൻസ് കിട്ടുന്നത്. നമ്മളൊരാളെ പഠിപ്പിക്കാണ്ട് നമുക്ക് എക്സ്പീരിയൻസ് കിട്ടില്ല. അത്രേ ഉള്ളൂ. നമ്മൾ മുന്നോട്ട് ചിന്തിക്കുന്നതോടൊപ്പം തന്നെ നമ്മളുടെ പ്ലെയേഴ്സിനെ വളർത്തിയെടുക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഇവിടത്തെയുള്ള കോച്ചിങ്ങിന്റെ ഫോഴ്സിനെയും നമ്മൾ വളർത്തിയെടുക്കണം. അല്ല, കാരണം അത്രയ്ക്കധികം പൈസ ചെലവാക്കിയിട്ടാണ് ഓരോ കോച്ചുമാരും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഈ ലെവലിൽ ലൈസൻസിലേക്ക് എത്തുന്നത്. ഓക്കെ. അപ്പൊ എന്തായാലും ചേട്ടാ ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോ ചേട്ടന്റെ വാക്കുകളിൽ നിന്നും എനിക്ക് മനസ്സിലായത് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ ആ ഒരു തീരുമാനങ്ങളും അല്ലെങ്കിൽ അവര് എടുത്തിരിക്കുന്ന ആ ഒരു നീക്കങ്ങളും ഒക്കെ അതിലും ചേട്ടൻ സന്തുഷ്ടനാണ് എന്നുള്ളത് തന്നെയാണ് അല്ലേ? അതെ, കാരണം അതായത് അങ്ങനെ ആക്കണം. അതായത് FF ഇപ്പോ അതായത് ഒരു ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കുറച്ച് കൊണ്ടുവരണമെങ്കിൽ അതിലേക്ക് കുറച്ച് ഫോറിൻ പ്ലേയേഴ്സിന്റെ ആവശ്യമുണ്ട്. അതായത് നമ്മൾക്ക് ഇപ്പൊ ചാലഞ്ച് ചെയ്യാനായിട്ട് വേറെ ഇന്ത്യൻ പ്ലേയേഴ്സ് മാത്രമായിട്ട് ചാലഞ്ച് ചെയ്ത് നമുക്ക് ഇന്റർനാഷണൽ മാച്ച് വരുമ്പോ നമുക്ക് ഒന്നും ഉണ്ടാകുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് അതായത് ഫോറിൻ പ്ലേയേഴ്സിനെ കളിപ്പിച്ച് അവരുടെ കൂടെ ഇപ്പൊ എപ്പോഴും ഇന്ത്യൻ ടീമിനെ ടൂർ കൊടുക്കാൻ പറ്റൂല എവിടെയും. അപ്പൊ അതുകൊണ്ട് എന്താ ഇപ്പൊ ഇന്ത്യയിലുള്ളത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആരും പുറത്തു പോയി കളിക്കുന്നില്ല. കാരണം പുറത്തുള്ള ഒരുപാട് പ്ലേയേഴ്സ് ഇന്ത്യയിൽ വന്ന് കളിക്കുന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഇപ്പോ ഞാൻ പറയുന്ന യൂറോപ്പിലുള്ള എല്ലാ പ്ലേയേഴ്സും കളിക്കുന്നത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ്, സ്പാനിഷ് ലീഗ്, അല്ലെങ്കിൽ ബുണ്ടസ് ലീഗ്. അപ്പൊ അതായത് ഇപ്പൊ ഇവർ ഇംഗ്ലണ്ടിന്റെ ആയിക്കോട്ടെ, അതേപോലെ ജർമ്മനി ആയിക്കോട്ടെ, അല്ലെങ്കിൽ അർജന്റീന ആയിക്കോട്ടെ, എല്ലാവരും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കളിക്കുന്നത്. പിന്നെ അവരുടെ ക്ലബിലേക്ക് പോയി കഴിഞ്ഞാൽ അവർക്ക് പിന്നെ കോച്ച് പറയുന്ന 2-3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. കാരണം അവർക്ക് എക്സ്പോഷർ ആയി, എക്സ്പീരിയൻസ് ആയി. അവർ ഓൾറെഡി EPL കളിക്കുന്നതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഇപ്പൊ മറ്റ് പ്രമുഖ യൂറോപ്യൻ ലീഗ് കളിക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ രാജ്യത്തിന് വേണ്ടി കളിക്കുമ്പോഴും അത് മുതൽക്കൂട്ടാവും തോന്നുന്നു. മുതൽക്കൂട്ടാണ്. അതാണ് അവിടെയാണ് നമുക്ക് ചെറിയൊരു ഡ്രോബാക്ക് വരുന്നത്. സത്യം. നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ അതിന്റെ ഒരു ഡിവിഷൻ മാറിയിട്ട് ഇപ്പോൾ ഒരു ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിന്റെ അത് ഫസ്റ്റ് ഡിവിഷനാണ്, നമ്മളൊരു 2nd, 3rd ഡിവിഷനിൽ പോലും നമുക്ക് പലപ്പോഴും നമ്മുടെ പ്ലേയേഴ്സിനെ എത്തിക്കാൻ കഴിയുന്നില്ല എന്നല്ലേ. അവരങ്ങോട്ട് നമ്മൾ ഈ പറഞ്ഞ പന്ത് ഫീഡ് ചെയ്യടോ എന്ന് പറഞ്ഞ പോലെ നമുക്ക് പ്ലേയേഴ്സിനെ അങ്ങോട്ട് ഫീഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന്. അതെ, അതാണ്. ചിലപ്പോ കാലം കഴിഞ്ഞ് കുറച്ച് കൊല്ലമാണെങ്കിൽ ചിലപ്പം സാധ്യതകൾ ഏറെയാണ്. നോക്കാം. ഓക്കെ. അപ്പൊ എന്തായാലും ശുഭപ്രതീക്ഷയോട് കൂടിയിട്ട് നമ്മുടെ കൂടെ ജോ പോൾ ഏട്ടൻ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ ചോദിക്കാൻ പോകുന്നത് ഒരു 7 വർഷ കാലഘട്ടമുണ്ട് മോഹൻ ബഗാനിലെ വിജയേട്ടൻ, ജോ പോൾ ഏട്ടൻ, ആ സ്ട്രൈക്കിങ്ങിലുള്ള ഒരു കോമ്പിനേഷൻ, ആ കോമ്പിനേഷനെ കുറിച്ച് നമ്മൾ ചോദിക്കാൻ പോകുന്നു. അതിനുവേണ്ടി കേട്ടുകൊണ്ടിരിക്കുക. സേതുവാണ് കൂടെ, കാതോരം, കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. സ്വാതന്ത്ര്യ ദിനമായി ഇന്ന് എൻ്റെ കൂടെ ഇമ്മിണി വെല്ലിനാളിൽ എത്തിയിരിക്കുന്ന ഈ അതിഥി, മലയാളികൾക്ക് പ്രത്യേകിച്ച് ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമൊന്നുമില്ല. മലയാളികൾ അദ്ദേഹത്തിൻ്റെ ശബ്ദം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു വാക്ക് കേൾക്കുമ്പോൾ തന്നെ ഇത് നമ്മുടെ ജോ പോൾ ഏട്ടനല്ലേ എന്ന് പറയും. അപ്പം അങ്ങനത്തെ അത്രയും പരിചയമുള്ള ഒരാളാണ് നമ്മുടെ കൂടെയുള്ള ജോ പോൾ ഏട്ടൻ. ഞാനിപ്പോൾ പറയും. അതെ, തീർച്ചയായും കറക്റ്റ് തീർച്ചയായും ചെയ്തു എന്നല്ലേ. എന്തായാലും ഇപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ആ ഒരു പഴയ കാലത്തിലേക്ക് പോകണം. ഞാനും ഈ പറഞ്ഞ പോലെ നമ്മൾ കാത്തിരുന്ന ഫുട്ബോൾ മാച്ചുകൾക്ക്, ഇപ്പോൾ ISL, ഐ ലീഗൊക്കെ നമ്മൾ കാത്തിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ സൂപ്പർ ലീഗ് കേരള നമ്മൾ കാത്തിരിക്കുന്നുണ്ട്. ഇതിനേക്കാളൊക്കെ മുന്നേ കുഞ്ഞായിരുന്ന ഞാൻ കാത്തിരുന്ന ഒരു ടൈമുണ്ട്. മോഹൻ ബഗാൻ കളിക്കുന്ന ഒരു ടൈം, അല്ലെങ്കിൽ ഇപ്പോൾ JCT കളിക്കുന്ന ഒരു സമയം, അതേപോലെ തന്നെ ഡെംബോ, മഹീന്ദ്രയൊക്കെ കളിക്കുന്ന ഒരു ടൈം. അപ്പോൾ ആ ഒരു കാലത്ത് ഒരു 7 വർഷക്കാലം മോഹൻ ബഗാനിൽ വിജയേട്ടൻ, ജോ പോൾ ഏട്ടൻ ഒരു കോംബോ ഉണ്ടായിരുന്നു സ്ട്രൈക്കിങ്ങിൽ. ആ കോമ്പിനേഷൻ അതിനെക്കുറിച്ച് പറയൂ. ആ 7 വർഷക്കാലം നിങ്ങളൊരു മജ, ഒരു മാസം ഉണ്ടല്ലോ,
ഹൗ ഈസ് ദ ജോഷ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് പൊളി എന്ന് പറയുന്ന രണ്ടുപേരുടെ ആ ഒരു എനർജി ഉണ്ടല്ലോ, ആ കാലത്തെ കുറിച്ച് പറയൂ, കേൾക്കട്ടെ. അല്ല, ഞാന് 94 ശരിക്കും ഞാൻ മോഹൻ ബഗാനിലേക്ക് പോകുന്നത്. കാരണം വിജയൻ അതിനു മുമ്പ് തന്നെ 3 തവണ അവിടെ കളിച്ചിട്ടുണ്ട്. അപ്പൊ വിജയന്റെ കൂടെ അന്നും ഒരു തവണ ഷറഫിക്കും അതുപോലെ തന്നെ ഒരു തവണ വിജയൻ സത്യേട്ടനാണ് പോയത്. പിന്നെ 94, അതായത് എനിക്ക് ഞങ്ങള് ഇത് കളിക്കുന്നത് സന്തോഷ് ട്രോഫി കളിച്ചു. അന്ന് കട്ടക്കില് ബംഗാളായിട്ട്, അന്ന് വിജയം കളിക്കുന്നത് ബംഗാളിന് വേണ്ടിയാണ്. അന്ന് ഞങ്ങള് പെനാൽറ്റിയിൽ തോൽക്കാണ്. ആ അത് അന്ന് നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിച്ചു. ഫൈനലിലെത്തി. പക്ഷെ അന്ന് ഓഫറുകൾ വന്നു, മോഹൻ ബഗാനും ഈസ്റ്റ് ബംഗാളാണ് ഫസ്റ്റ് ഓഫർ കൊണ്ടുവന്നത്. അപ്പൊ അതിങ്ങനെ വർത്തമാനം പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ സീനിയർ പ്ലേയേഴ്സിനോട് ചോദിക്കുന്നു അവിടെ, കാരണം അത് കട്ടക്കിൽ വെച്ചിട്ടാണ് ഫുള്ള് വർത്തമാനങ്ങള്. ഒഡീഷയില് കാരണം പ്ലേയേഴ്സ്, അതായത് ഈ ഒഫീഷ്യൽസ് വരുന്നത് ആരും കാണാണ്ടാണ്. അപ്പൊ അവര് പറഞ്ഞു വന്ന് സംസാരിച്ചു പോകും. അങ്ങനെ അന്ന് ഫോൺ ഇതൊന്നുമില്ലല്ലോ, അപ്പൊ നേരിട്ട് കണ്ട് സംസാരിച്ച് പോണം. അങ്ങനെ വന്ന് സംസാരിച്ചു. അപ്പൊ ഈസ്റ്റ് ബംഗാളിന്റെ അടുത്ത് കഥകൾ പറഞ്ഞു. അപ്പൊ പിന്നെ വരണമെന്ന്, അപ്പൊ വിജയ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അപ്പോൾ ഞാൻ എന്തായാലും 1 വർഷം കൂടി മോഹൻ ബഗാനെ കളിക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അത് കണ്ടു. പിന്നെ ഞാൻ തൃശ്ശൂർ വന്നു. അങ്ങനെ പിന്നെ ഫോണെ കൂടെ ലാൻഡ് ഫോണിലായി വിളികള്. അങ്ങനെ ഈസ്റ്റ് ബംഗാളിന്റെ ആൾക്കാർ വീട്ടിൽ വന്നിരിക്കുന്നു. ഞാൻ ഇവർക്ക് അധികം അവസരം കൊടുക്കുന്നില്ല മോഹൻ കാണിക്കാൻ. അപ്പൊ മോഹൻ ബഗാന്റെയും അപ്പുറത്ത് നടക്കില്ല വർത്താനങ്ങള്. അപ്പൊ അത് നോക്കി ഇങ്ങനെ ഇരുന്നു. അവസാനം ഞാൻ, അതായത് അവര് തമ്മിലുള്ള നമുക്കറിയാമല്ലോ ഇപ്പൊ പ്രൊഫഷണൽ ലൈഫിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമ്മൾ എവിടെ പോവാന്നുള്ളത്. അപ്പൊ അത് ഞാൻ നോക്കിയപ്പോ കുറച്ചുകൂടി ബെറ്റർ ഓഫർ വന്നത് മോഹൻ ബഗാന്റെ ഇതാണ്. അങ്ങനെ അപ്പൊ വിജയനോട് പറഞ്ഞു. കാരണം നമ്മൾ ആദ്യമായിട്ട്, നമ്മൾ ഒരുപാട് തവണ കേട്ടിട്ടുണ്ട് കൽക്കട്ടയിൽ പോയി കളിക്കാൻ അവസരം കിട്ടില്ല, അവര് പുറത്തിരുത്തുന്നതൊക്കെ. പക്ഷെ നമുക്ക് അങ്ങനെ ഇരിക്കേണ്ടി വന്നിട്ടില്ല. കാരണം ഞാൻ തുടക്കം മുതല് അവസാനം വരെ കളിച്ചിട്ടുണ്ട്. ഞാനും വിജയനും 94 ഞങ്ങൾ സ്ട്രൈക്കറായിട്ട് കളിച്ചിരുന്നേ. ഞങ്ങൾ അന്ന് എത്രയോ കളികൾ ട്രോഫി നേടി, ഡൂറന്റ് കപ്പ് നേടി, അതുപോലെ തന്നെ ഫെഡറേഷൻ കപ്പ്, സിക്കിം ഗോൾഡ് കപ്പ്. അന്നൊക്കെ ട്രോഫികള് മോഹൻ ബഗാന്റെ പരിധിയിലായിരുന്നു. മേജർ ട്രോഫീസ് ഒക്കെ ഞങ്ങൾ എടുത്തത്. അതൊരു ഭയങ്കര ജാടയായിരുന്നല്ലോ ടൈമിലല്ലേ എന്ന് പറയുമ്പോ. അതെ, അതിന്റെ നാഷണൽ ക്ലബ്ബ് അതാണ്. അതായത് ഇന്ത്യക്ക് ഏറ്റവും അധികം പെരുമ കൊടുത്ത ക്ലബ്ബ് കൂടിയാണ്. അതായത് ഇംഗ്ലീഷ്. ഞാനിപ്പോ ചേട്ടൻ പറഞ്ഞപ്പോഴത്തേക്ക് ഇപ്പൊ നമ്മളിപ്പോ EPL കാര്യം പറഞ്ഞു, ബുണ്ടസ് ലീഗ് പറഞ്ഞു, അങ്ങനെയുള്ള പല ലീഗുകൾ നമ്മൾ പറഞ്ഞെങ്കിൽ നമ്മളിപ്പോ ഞാൻ പെട്ടെന്ന് ആലോചിച്ചത് ബംഗ്ലാദേശുകാര് പെട്ടെന്ന് അവരുടെ അബാനി ദാക്ക എന്ന് പറഞ്ഞവരിങ്ങനെ ആവേശം ഇങ്ങനെ അവരിങ്ങനെ മറ്റേ പുകഴ്ത്തി പറയില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് മോഹൻ ബഗാൻ നമ്മളെ സ്വന്തമാ അല്ലേ. 1911 ഇംഗ്ലീഷ് റെജിമെന്റിനെ തോൽപ്പിച്ചിട്ട് IFA എടുക്കാണ്. സത്യം. അതിനുശേഷമാണ് ഇന്ത്യയിലെ നാഷണൽ ക്ലബ്ബ് മോഹൻ ബഗാൻ ആവുന്നത്. ഇന്ത്യയുടെ നാഷണൽ ക്ലബ്ബ് മോഹൻ ബഗാൻ ആണ്. ഒരുപാട് പറക്കുണ്ട്. എത്ര പ്രൈഡ് ആയിരുന്നു അല്ലെ. എത്ര പ്ലേയേഴ്സ് ഉണ്ട് ആലോചിക്കുക. ഇപ്പൊ ഞാൻ കേരളത്തിൽ നിന്ന് ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ പുറത്തുനിന്നുള്ളവർ ഒരുപാട് പേര്. ആ ക്ലബ്ബുകൾക്ക് കളിക്കുക എന്ന് പറഞ്ഞത് ഈസ്റ്റ് ബംഗാൾ മോഹൻ ബഗാൻ കളിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ആരാധകരും കൂടിയാണ്. ബ്ലൈൻഡ് സപ്പോർട്ടേഴ്സ് ആണ്. നമ്മൾ ഇറങ്ങി ഇപ്പൊ അറിയാം നിങ്ങൾക്ക്. ഇപ്പൊ ഓരോ കളികൾ നിങ്ങൾ കൽക്കട്ടയിലെ TV കാണുമ്പോ അവരുടേതായ ആ നീക്കങ്ങൾ നമുക്കറിയാം. അത്രയ്ക്ക് ഒരു ബ്ലഡിൽ അലിഞ്ഞ നിൽക്കുന്നവരാണ് ഫുട്ബോള്. ഞാൻ ആലോചിച്ചത്, ഞാൻ ഏറ്റവും ആദ്യം ആലോചിച്ചത് ചേട്ടൻ ആ ജേഴ്സി ഇട്ടപ്പോ ചേട്ടന്റെ മനസ്സിലൂടെ കടന്നു പോയിരിക്കുന്ന വികാരങ്ങൾ എന്തൊക്കെയായിരുന്നു. കണ്ണുപോലും നിറഞ്ഞിട്ടുണ്ടാവില്ല അല്ലേ, ഞാൻ ആഗ്രഹിച്ചൊരു സ്ഥലത്ത് എന്നുള്ള രീതിയിലല്ലേ. അതെ, കളിക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഒന്നും നോക്കാൻ നിന്നിട്ട് കാര്യമില്ല. പിന്നെ അത് അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ടൈപ്പാണ്. കാരണം ഒരു കളി ഇപ്പൊ ഈസ്റ്റ് ബംഗാൾ മോഹൻ ബഗാൻ കളി വന്ന് ജയിക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് അവര് സപ്പോർട്ട് ചെയ്യും. തോൽക്കാണെങ്കിൽ അതുപോലെ തന്നെയാ. പക്ഷെ ആ തോൽവി അവർക്ക് കുറച്ചു നേരം ഉള്ളൂ. കാരണം അത് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ഇന്ത്യയുടെ പ്രത്യേകിച്ച് കൽക്കട്ടയിൽ ഒരു പ്ലെയർ ആയി കഴിഞ്ഞാൽ കളിക്കണം. ആ ഫീലിങ്സ് അറിയണം ശരിക്കും. പിന്നെ അവിടെ പോയാലും ചെയ്താക്കാൻ വേണ്ടിണ്ടാവില്ല. അപ്പൊ ഇത്രയും രഹസ്യങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഇനിയിപ്പോ നേരത്തെ പറഞ്ഞിരുന്നു സന്തോഷ് ട്രോഫി വിജയേട്ടൻ കളിച്ചത് ആ വർഷം വെസ്റ്റ് ബംഗാളിന് വേണ്ടിയാണ് കളിച്ചതെന്ന് പറഞ്ഞു. നമ്മുടെ ജോപോളേട്ടനും ഇതേപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് വേണ്ടി സന്തോഷ് ട്രോഫി ജേഴ്സി അണിഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങളെ കുറിച്ചാണ് നമ്മളിനിപ്പോൾ ചോദിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി കേട്ടുകൊണ്ടിരിക്കും. സേതുവാണ് കൂടെ. എൻ്റെ കൂടെയുള്ളത് ഇന്ത്യൻ ഫുട്ബോൾ ലെജൻഡ് ജോപോൾ അഞ്ചേരി. 89.6 FM സർഗക്ഷേത്ര.
എൻ്റെ കൂടെ ചെയ്യുന്ന സ്വാതന്ത്ര്യദിന സ്പെഷ്യൽ ഇമ്മിണി വെല്ലുരാളിൽ എത്തിയിരിക്കുന്നത് ജോപോൾ അഞ്ചേരിയാണ്. ജോപോളേട്ടാ, നമ്മളിനിയിപ്പോഴേ ഈ സന്തോഷ് ട്രോഫിയുടെ കാര്യം നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. നമ്മൾ ഒരിടയ്ക്ക് പറഞ്ഞിരുന്നു, ഞാനടക്കമുള്ള ഈ ഇതിനെ സ്നേഹിക്കുന്ന ആൾക്കാർ മാധ്യമങ്ങളിലൂടെ ഇതിനെക്കുറിച്ച് വളരെ ഘോരം സംസാരിക്കുന്ന, അല്ലെങ്കിൽ റേഡിയോയിലൂടെയും ഒക്കെ വളരെ കാര്യമായിട്ട് സംസാരിക്കുന്ന എന്നെപ്പോലുള്ള ആൾക്കാരും ഒക്കെ പറഞ്ഞിരുന്നു, നിങ്ങൾ പ്രത്യേകിച്ചും, അതായത് ഇതിൻ്റെ പുറകെ ഈ പ്രിപ്പറേഷൻ, അതേപോലെ കേരളത്തിൻ്റെ പ്രിപ്പറേഷൻ നന്നാവണം എന്നൊക്കെ പറഞ്ഞ് ഈ കോച്ചിങ് രീതിയിലുള്ള നിങ്ങളെപ്പോലുള്ള ലെജൻസും ഇതിൻ്റെ വലിയ ശബ്ദം ഉയർത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ നോക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല പ്രിപ്പറേഷനിലേക്ക് കേരള ടീമും എത്തിയിട്ടുണ്ട് സന്തോഷ് ട്രോഫിയുടെ എന്നുള്ളതാണ് ഞാനും വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും നല്ല റിസൾട്ടുകളാണ് വരുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞാല് ചില ലാസ്റ്റ് 2-3 സെമി ഫൈനലൊക്കെ നമ്മൾ കളിച്ചതാണ്, നല്ല റിസൾട്ട് ആക്കിയെടുക്കാൻ സാധിച്ചു. കഴിഞ്ഞ വർഷം നമുക്ക് ബിബി തോമസിന് അത് നമ്മളല്ലേ ചില സമയത്ത് ലക്കാണ് സത്യം. അതാണ്. ഇപ്പൊ ഞാനിപ്പോ ബംഗാളിനെ 2 തവണ കളിച്ചോളൂ, 95-ലും 98-ലും. ആ 2 തവണ ചാമ്പ്യൻസ് ആയി. പിന്നെ അതുപോലെ മഹാരാഷ്ട്രയ്ക്ക് വേണ്ടി 99. ഇല്ല ഞാൻ മഹാരാഷ്ട്രയ്ക്കില്ല, ഞങ്ങൾ കേരളത്തിൽ ഇല്ല. ഞാനും വിജയനും ക്ലബുകൾക്ക് കളിച്ചിട്ടുള്ളത് FC കൊച്ചിൻ, ഈസ്റ്റ് ബംഗാള്, മോഹൻ ബഗാൻ, JCT, പിന്നെ ഞാൻ SBT വിജയൻ, കേരള പോലീസ്. അതാ ഞങ്ങൾ മറ്റുള്ള ക്ലബുകളിലേക്ക് മഹാരാഷ്ട്രയ്ക്ക് വേണ്ടി കളിച്ചിട്ടില്ല ചേട്ടൻ അല്ലേ? ഇല്ല, കളിക്കാൻ പറ്റില്ല. കാരണം നമ്മള് സ്റ്റേറ്റ് ഇതിലല്ലേ പോണേ. അവിടെ അതായത് നമ്മളിപ്പോ ആ സ്റ്റേറ്റിൽ സൈൻ ചെയ്യുകയാണെങ്കിൽ കളിക്കാൻ പറ്റുമായിരുന്നു. ഓരോ റൂൾസ് ഒക്കെ മാറി വ്യത്യാസമായി. ഇപ്പൊ കേരള പ്ലേയേഴ്സിനെ വേണമെങ്കിൽ കേരളത്തിൽ വന്ന് കളിക്കാം. ഇപ്പൊ കാരണം ഇപ്പൊ ഞങ്ങളുടെ കാലത്ത് കൽക്കട്ടയിൽ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആ സ്റ്റേറ്റിന് വേണ്ടി കളിക്കണം. ആ സ്റ്റേറ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മറ്റ് പ്രാക്ടീസ് സപ്പോർട്ടുകൾ തരുമ്പോൾ ആ സ്റ്റേറ്റിന് വേണ്ടി തന്നെ സന്തോഷ് ട്രോഫി കളിച്ചിരിക്കണം. അതായത് നമ്മള് അവിടെ IFAയുടെ നമ്മള് രജിസ്റ്റർ ചെയ്തു. നമ്മള് വെസ്റ്റ് ബംഗാൾ പ്ലെയർ ആയി. അങ്ങനെയാണ് കഥ അല്ലേ? അങ്ങനെയാണ്. ഇപ്പൊ ഇത് മാറി. കാരണം ഇപ്പൊ അതായത് ഇപ്പൊ കൽക്കട്ടയിൽ കളിക്കുകയാണെങ്കിലും ഇപ്പൊ കേരള ടീമിനെ ഇപ്പൊ KFക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്ലെയറെ വിളിച്ച് കളിപ്പിക്കാം. ഞാൻ ഇതിന്റെ പിന്നിൽ എങ്ങനെയായിരുന്നു ബംഗാളിലേക്ക് പോയെന്ന് ചോദിക്കാൻ വേണ്ടി വന്നു. ഉത്തരം ചേട്ടൻ തന്നു. പക്ഷെ സേതു ചോദ്യം ചോദിച്ചു, പക്ഷെ ഉത്തരം ഞാൻ തന്നിരിക്കുന്നു അല്ലെ എന്നുള്ള രീതിയിലാണ് എന്തായാലും. പക്ഷെ ഞാൻ ചോദിക്കാൻ വന്ന ഇതിനകത്ത് ഇമോഷണൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ? അങ്ങനെ മാറി കളിക്കേണ്ടി നമുക്കൊരു സങ്കടം ഉണ്ടാവില്ലെന്ന്. പക്ഷെ ഇതാണ് ഇതിന്റെ സത്യകഥ എന്നല്ലേ? ഇല്ല, ഇപ്പൊ നമ്മൾ എത്ര തവണ ഞങ്ങൾ ബഗാനും JCT കളിക്കുമ്പോ കേരള പോലീസിനെതിരെയും ടൈറ്റാനത്തിനെതിരെയും കൽട്രോണിനെതിരെയും ഞങ്ങൾ ഇവിടുത്തെ എല്ലാ ടീമുകൾക്കെതിരെയും കളിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മള് ആ കളി എന്ന് പറഞ്ഞ് നമ്മൾ ആ കളി കഴിഞ്ഞ് ചിലപ്പോ അവസാനം കളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചിലപ്പോ ജയിച്ചാലും ജയിച്ചില്ലെങ്കിലും ഭക്ഷണം കഴിക്കാൻ പോകാൻ നമ്മുടെ ടീമിന്റെ അടുത്താ മര്യാദ. അതെ, കാരണം ഞങ്ങള് അതുപോലെ 95 സന്തോഷ് ട്രോഫിക്ക് അങ്ങനെയായിരുന്നു. ഞങ്ങള് ബംഗാളിന് വേണ്ടി കളിക്കുന്നു, പക്ഷെ ഭക്ഷണമൊക്കെ ഞങ്ങൾ കേരള ഫുട്ബോൾ അസോസിയേഷന്റെ ഭക്ഷണമാണ് ഞങ്ങൾ കഴിച്ചിരുന്നത്. അപ്പൊ അങ്ങനെ ഒരു വൈരാഗ്യമോ അങ്ങനെ ഒരു ഗ്രൗണ്ടിലുള്ള 90 മിനിറ്റ് അത് കഴിഞ്ഞു. അത് കൊള്ളാം എന്തായാലും. അപ്പൊ എന്തായാലും ഇങ്ങനെയുള്ള ഗംഭീര കഥകൾ പറഞ്ഞുകൊണ്ട് നമ്മുടെ കൂടെ ഉള്ളത് ജോപോൾ അഞ്ചേരി, ജോപോളേട്ടനാണ്. ചേട്ടാ, ഇനിയിപ്പോൾ നമ്മൾ ഈ വിവിധ പൊസിഷനുകളിൽ കളിക്കുന്ന കാര്യത്തെക്കുറിച്ച് നമുക്കറിയണം. നമ്മളിപ്പോൾ ചേട്ടൻ ഡിഫൻസീവ് മിഡ്ഫീൽഡർ അല്ലെങ്കിൽ ഡിഫൻസീവ് മിഡ്ഫീൽഡിൽ വരെയും കളിച്ചിട്ടുള്ള ഒരു പ്ലെയറാണ്. അപ്പോൾ നമ്മൾ പറയട്ടെ, ഇപ്പോൾ ഇന്ത്യൻ മെക്കല്ലി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെപ്പോഴും മെഹ്താബ് ഹുസൈനെ നമ്മൾ പറയാറുണ്ട്. വളരെ ബുദ്ധിമുട്ടേറിയ അല്ലെങ്കിൽ എതിരാളിയുടെ ആരോഗ്യം പോലും നോക്കാണ്ട് കയറി ഇടപെടും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കണം. അപ്പോൾ അത് പാട്ട് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ചോദ്യം വരുന്നത്. അപ്പോൾ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവുക. കേട്ടുകൊണ്ടിരിക്കുക സർഗക്ഷേത്ര 89.6 FM, കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. എൻ്റെ കൂടെ ഇന്ന് ഇമ്മിണി വെല്ലുരാളിൽ ഇന്ത്യൻ ഫുട്ബോൾ ലെജൻഡ് ജോപോൾ അഞ്ചേരിയാണ് ഉള്ളത്. ജോപോളേട്ടൻ നമ്മളെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജോപോളേട്ടൻ ഇപ്പോൾ മിഡ്ഫീൽഡിൽ കളിക്കാറുണ്ട്, സ്ട്രൈക്കിങ്ങിൽ കളിക്കാറുണ്ട്, അതേപോലെ തന്നെ ഡിഫൻസീവ് മിഡ്ഫീൽഡറായിട്ടും കളിക്കാറുണ്ട്. അപ്പോൾ എൻ്റെ ആദ്യത്തെ ചോദ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എങ്ങനെയാണ് ഈ വിവിധ പൊസിഷനുകളിൽ കളിക്കാനായിട്ട് ഒരു പ്ലെയർ പ്രാപ്തനാവുന്നത്? ഇപ്പോൾ ജോപോളേട്ടൻ എങ്ങനെയാണത് അതിൽ വന്നിരുന്നത്? രണ്ടാമത്തെ ചോദ്യം കൂടി ചോദിക്കാം ഞാൻ. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ മെഹ്താബ് ഹുസൈൻ നമ്മൾ പറയും ഇന്ത്യൻ മെക്കല്ലിയാണെന്ന് പറയും. മെക്കല്ലിയുടെ നമുക്കറിയാം മറ്റേ ആളെ ചിലപ്പോൾ എന്താ പറയുക, വളരെ ശരീരത്തിന് ഉപദ്രവം ഉണ്ടാക്കിയിട്ടായിരിക്കും ചിലപ്പോൾ ബോളും കൊണ്ട് പോരുന്നത്. അതെ, ഹാർഡ് ടാക്കിളുകളായിരിക്കും. അപ്പോൾ അങ്ങനെ എന്താ നമ്മൾ മനസ്സുകൊണ്ട് വിചാരിച്ചിട്ടില്ലേ, ദൈവമേ അവനൊന്നും വരുത്തരുതേ, പക്ഷെ എനിക്ക് ബോൾ എൻ്റെ കൈ കിട്ടണം, അങ്ങനത്തെ ഒരു ലൈനായിരുന്നു ജോപോളേട്ടൻ പൊതുവെ വളരെ എന്താ പറയുക, ഒരുപാട് ഉപദ്രവിക്കാണ്ട് ടാക്കിൾ ചെയ്യുന്ന ഒരാളായിട്ടാണ് എൻ്റെ റീഡിങ്, അതാണ് എൻ്റെ. അപ്പോൾ അതെല്ലാം കൂടി ചേർത്തിട്ടൊരു ഉത്തരം പറയൂ, കേൾക്കട്ടെ. അത് നമ്മളൊന്നും അറിയോ, അതായത് ഇപ്പൊ ഞാൻ സ്ട്രൈക്കറായിട്ട് കളിച്ചിരുന്ന അക്രമവാണ് റുസ്തം അക്രമവാണ്. അതായത് ഓരോ പൊസിഷനിൽ നോക്കുന്നു, ആൾക്ക് പറ്റിയ ഒരു പ്ലെയറെ കിട്ടാണ്ട് ആ പൊസിഷനിലേക്ക് എന്നെ കൊണ്ടുവരും.
അപ്പൊ ആദ്യം തന്നെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡിലേക്ക് ഓടുന്നു, അതിനുശേഷം സെൻട്രൽ മിഡ്ഫീൽഡിലേക്ക് ഓടുന്നു, അതിനുശേഷം ലീബറോ ആക്കി. ലീബ്രോ അതായത് 3 ഡിഫൻസ്. അപ്പൊ അത് കഴിഞ്ഞ ആൾക്ക് അവിടെ ഫൈറ്റ് ചെയ്യാനായിട്ടുള്ള ഒരാൾ വേണം. അതിനുള്ള കൂടുതൽ ആൾക്കാരുണ്ട്. പക്ഷെ ഓരോ ഇതിലും ആള് എന്റെ കളിയിൽ എന്തോ ആൾക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടായി. അതിനുശേഷം ഇപ്പൊ ഏത് പൊസിഷനായാലും സ്ട്രൈക്കിങ്ങിലേക്ക് പിന്നെ പറയുമ്പോ ബൈച്ചും വരുന്നതിനൊക്കെ ഞാൻ 23 ഞാൻ ക്യാപ്റ്റൻ ചെയ്യുമ്പോ ബൈച്ചും ആണ് വൈസ് ക്യാപ്റ്റൻ ആയിരുന്നത്. അത് കഴിഞ്ഞ് ഞാന് ആള് പറഞ്ഞു തരും നമുക്ക് എങ്ങനെ കളിക്കണം എന്നുള്ളത്, കുറച്ച് ഐഡിയാസ്. അത് നമ്മൾ ഉൾക്കൊള്ളാനുള്ള കഴിവുണ്ടാവണം. ഇന്ന് നീ കളിക്കുന്ന പൊസിഷൻ ഇതാണ്, അപ്പൊ അതിനെ കുറിച്ച് ഞാൻ കുറച്ചൊന്ന് പഠിക്കും, എങ്ങനെയൊക്കെ മൂവ്മെന്റ്സുകൾ ഉള്ളത്, എങ്ങനെയൊക്കെ മൂവ്മെന്റ്സിലെ പോയാലേ നമുക്ക് കാര്യമുള്ളൂ. അപ്പൊ അത് നമ്മൾ അതായത് നമുക്കൊരു ഐഡിയ വേണം. വെറുതെ നമ്മൾ ആള് പറഞ്ഞു ആ കളിക്കാന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ പൊസിഷൻ ഇല്ലെങ്കിൽ പിന്നെ ആ പൊസിഷൻ എടുത്തിട്ട് കാര്യമില്ല. അതിനെല്ലാവരും പറഞ്ഞിരുന്നു നീ സ്ട്രൈക്കറായി കളിക്കുകയാണെങ്കിൽ നിനക്ക് വീണ്ടും ഒരുപാട് ചാൻസുകൾ ഉണ്ടായിരുന്നു അവിടെ. പക്ഷെ ഞാൻ ആ സമയത്ത് സ്വന്തമായിട്ടൊരു തീരുമാനത്തില് മീൻസ് കോച്ചിനനുസരിച്ച് നടന്നു. സത്യം നമ്മള് ടീമിന് വേണ്ടിയിട്ടുള്ള ഇതാവണേ. അതുകൊണ്ട് എനിക്ക് എന്തായി, ഏത് ടീമിൽ ചെന്നാലും പുറത്തിരിക്കണ്ട, എനിക്ക് അവിടെ കളിക്കാനായിട്ടുള്ള പൊസിഷൻ ഉണ്ടെന്നല്ലേ. അതെ, എനിക്ക് അവിടെ പോയാലും എനിക്ക് അധികം ഇരിക്കേണ്ട വന്നിട്ടില്ല. ഇരിക്കേണ്ട വന്നത് ഇഞ്ചുറീസ് കൊണ്ട് മാത്രമായിരിക്കും. അത് മാത്രമല്ല, ചേട്ടന്റെ ഒരു വേഴ്സിറ്റാലിറ്റി തിരിച്ചറിയുന്ന ഒരു കോച്ചും വന്നു എന്നുള്ളതും അല്ലെ കരിയറിലൊരു വലിയ. അത് മാത്രമല്ല, ഇപ്പൊ നോക്ക് 98 ഏഷ്യൻ ഗെയിംസിൽ ഞാൻ 3 പൊസിഷൻ കളിച്ചു ഒരു ടീമിനെതിരെ. ആദ്യം സ്ട്രൈക്കർ കളിച്ചു, പിന്നെ അത് കഴിഞ്ഞ് മിഡ്ഫീൽഡ് കളിച്ചു, അത് കഴിഞ്ഞ് അവസാനം സെന്റർ ബാക്ക് ആയി. അപ്പൊ പിന്നെ അത് എനിക്കൊരു അതായത് ഹാബിറ്റായി. കാരണം അതായത് നമുക്ക് ചില ഐഡിയകൾ കിട്ടി. അതാണ് പിന്നെ അധികം കോച്ചുമാരൊരു വിശ്വാസം അതല്ലേ, അല്ലെങ്കിൽ ഇപ്പൊ അവര് നമ്മളെ പൊസിഷനിൽ കളിപ്പിക്കില്ല. അതെ അതെ സത്യം. ഞാൻ ഈ പറഞ്ഞ അതുകൊണ്ടാണ് ഇപ്പൊ പറഞ്ഞാലും നമ്മൾ അപ്പ് ആൻഡ് ഡൗൺ കളിക്കുന്ന ഒരാളാണ്, എന്നെ വേഴ്സിറ്റൈൽ ആയിട്ടുള്ള പല സ്ഥലങ്ങളിൽ ഇറക്കാൻ പറ്റുന്ന ഒരാളാണ് എന്നൊക്കെ ആ കോച്ചിന്റെ റീഡിംഗ് ആണല്ലോ നമുക്ക് ഗുണം ചെയ്യുന്നത്. എന്തായാലും ഗംഭീരമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഈ പറഞ്ഞാൽ ഈ ഡിഫൻസീവ് മിഡ്ഫീൽഡറിനെ ആ റോളിനെ പറ്റിയും ചേട്ടൻ പൊതുവേ വളരെ, ഞാൻ കണ്ടിരിക്കുന്ന ചേട്ടൻ വളരെ അപ്പുറത്ത് നിൽക്കുന്ന ആളെ ഉപദ്രവിക്കാണ്ട് മുന്നേ ഓടിക്കുന്ന പ്രവർത്തനങ്ങളാണ് ചേട്ടൻ ചെയ്തോണ്ടിരുന്നത്. നമ്മളവരെ കൊന്നിട്ട് കാര്യമില്ലല്ലോ, നമുക്ക് വേണ്ടത് എന്താ പന്താണ്. അപ്പൊ അതിനു വേണ്ടി നമ്മള് ചില സമയത്ത് നമ്മൾ ടഫാവും. അത് അധികം ഞാൻ റഫായിട്ട് പോവാറില്ല. എന്നാലും അവസാനം വരെ പന്തിനു വേണ്ടി പോരാടും. അതാണ്. അപ്പൊ അതുകൊണ്ടാണ് എന്നെ ഡിഫൻസ് മീൻകൾക്കായിട്ട് കളിപ്പിച്ചത് തന്നെ. ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയിട്ടും കളിപ്പിച്ചതല്ലേ. മറ്റുള്ള എങ്ങനെ പന്തെടുക്കാം, അതാണ് ഫസ്റ്റ് നമ്മൾ നോക്കണ്ടേ. സത്യം. നമ്മുടെ അയാളുടെ പോരാട്ടത്തിന്റെ മുന്നേ നമ്മൾ ഒടിച്ചാൽ മതി, അയാളെ നമ്മൾ ഒടിക്കണ്ട അല്ലേ. അപ്പൊ അങ്ങനെയുള്ള ഗംഭീരമായിട്ടുള്ള സംസാരങ്ങളിലൂടെ നമ്മൾ മുന്നോട്ട് പോകുന്നു. ഇനിയിപ്പോ ജോ പോളേണൊരു ഇഞ്ചുറി നീക്കൊരു ഇഞ്ചുറി പറ്റിയൊരു കഥയുണ്ട്. അത് അണ്ടർ 23 പ്രീ ഒളിമ്പിക് ടൂർണമെന്റിലാണ്. അതിനെ കുറിച്ച് നമ്മൾ ചോദിക്കുന്നു. അത് 23 അല്ല, അത് 95 സാഫ് ഗെയിംസ് ആണ്, പ്രീ ഒളിമ്പിക് അല്ല അല്ലേ? അല്ലല്ല. അപ്പൊ ഞാൻ എന്റെ റിസർച്ചിൽ വന്നൊരു മിസ്റ്റേക്ക് ആണ്. അപ്പൊ എന്തായാലും നമ്മള് സാഫ് ഗെയിംസിൽ അണ്ടർ 23 സാഫ് ഗെയിംസിലെ സീനിയർ ടീം ഓക്കെ 95 ചെന്നൈ സാഫ് ഗെയിംസിൽ അത് കഴിഞ്ഞിട്ട് 97 നേരെ FC കൊച്ചിനിലേക്ക് വരുന്ന ആ ഒരു വഴക്കം. തിരുമ്പി വന്നിട്ടേന്ന് സൊല്ല് അല്ലേ. ഓക്കെ. അപ്പൊ ആ ഒരു ഗംഭീര യാത്രയെ കുറിച്ച് നമുക്ക് പറയാം. അതിന്റെ കൂടെ തന്നെ കേട്ടുകൊണ്ടിരിക്കും. സേതുവാണ് കൂടെ. എന്റെ കൂടെ ഉള്ളത് ഇന്ത്യൻ ഫുട്ബോൾ മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ കറക്റ്റ് ആണ്. ഞാൻ പറഞ്ഞില്ലേ സെന്റൻസ് കൺസ്ട്രക്ഷൻ തെറ്റുണ്ടാവുന്ന നോക്കിയായിരുന്നു, കുഴപ്പമില്ല, കറക്റ്റ് ആണ്. അപ്പൊ ജോ പോളേണാണ് എന്റെ കൂടെ ഉള്ളത്. സേതുവാണ് കൂടെ. കാതോരം കരുതലായി കാലത്തിനൊപ്പം. എന്റെ കൂടെ ഇന്ന് ഇമ്മിണി വലിയൊരാളുള്ളത് ഇന്ത്യൻ ഫുട്ബോൾ ലെജൻഡ് ജോ പോളേട്ടനാണ്. ജോ പോളഞ്ചേരിയാണ്. ജോ പോളേട്ട, നമ്മളിനിയിപ്പോൾ ഈ പറഞ്ഞ പോലെ 95 സാഫ് ഗെയിംസിനിടയിൽ പറ്റിയ നീ ഇഞ്ചുറിയുടെ കാര്യം പറയണം. അത് കഴിഞ്ഞിട്ട് 97 FC കൊച്ചിനിലേക്കുള്ള തിരിച്ചുവരവാണ്. പിന്നെ ഈ വലിയ സ്പോർട്സ് ലേഖകർ രേഖപ്പെടുത്തുന്ന ഒരു വരവ്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ആ നീ ഇഞ്ചുറി ഉണ്ടല്ലോ, ആ നീ ഇഞ്ചുറി കുറച്ച് കരിയറിനെ തന്നെ ബുദ്ധിമുട്ടിച്ച ഒരു നീ ഇഞ്ചുറി ആയിരുന്നു. എൻ്റെയൊക്കെ വളരെ കുഞ്ഞിലാണ് കേട്ടോ, ഞാനൊന്നും അറിഞ്ഞിട്ടില്ല, ഞാനൊക്കെ കുഞ്ഞായിരിക്കുമ്പോൾ സംഭവിച്ച കാര്യമാണ്. അപ്പോൾ ആ നീ ഇഞ്ചുറി വളരെ കഷ്ടപ്പെടുത്തിയിരുന്നതുകൊണ്ടാണോ 95 നീ ഇഞ്ചുറി കഴിഞ്ഞിട്ട് പിന്നെ FC കൊച്ചിനിലേക്കുള്ള വരവ് അങ്ങനെ ഒരു ടോക്ക് വന്നത്? ഇത് ഇന്ത്യൻ ടീമിന്റെ സെമി ഫൈനൽ കളിക്കാണ്. അതായത് അന്ന് ലെഫ്റ്റ് ബാക്ക് ആയിട്ട് ഞാൻ കളിച്ചിരുന്നത്. അന്ന് അക്രമോ തന്നെയാണ് കോച്ച്. ഓക്കെ. അപ്പൊ അന്ന് മറ്റുള്ള പൊസിഷനൊക്കെ മാറ്റി ലെഫ്റ്റ് ബാക്ക് ആക്കിയാന്നെ.
ഒരു അറ്റാക്കിനെ പോയി തിരിച്ചു വന്നു. അപ്പൊ ഏറ്റവും അവസാനം നടക്കുന്ന കളിയാണല്ലോ ഫുട്ബോള് എല്ലാ ഗെയിംസിലും. അതെ അതെ. അപ്പൊ അവിടെ കുറച്ച് ഇതുണ്ട്, പുല്ലൊക്കെ ഉണ്ട്, എന്നാലും അതിന്റെ ഉള്ളില് കുറച്ച് കുഴികളുണ്ടായിരുന്നു. രണ്ടാമത്തെ ഒരു പന്തും കൊണ്ട് പോകണു, ആ പന്ത് എടുക്കാനുള്ളൊരു ശ്രമിക്കുന്നു, കാല് കുഴിയിൽ പെടുന്നു. അതോടുകൂടി ഞാൻ കേറി പുറത്തേക്ക് പോകുന്നു. കാരണം അവിടെ നമുക്ക് കുഴിയുണ്ടെന്ന് നമുക്ക് പെട്ടെന്ന് അറിയില്ല. നമ്മള് ഇപ്പൊ ഞാൻ തുറന്നു പറഞ്ഞോട്ടെ, അത് ചേട്ടൻ ചിലപ്പോൾ ഇഷ്ടപ്പെടില്ലായിരിക്കും ഞാൻ പറയുന്നത്. നമ്മൾ പലപ്പോഴും നമ്മൾ ഈ കല്യാണി സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് നമ്മൾ ഡ്യൂറൻ കപ്പ് അടക്കുമല്ലോ. അപ്പൊ കല്യാണി സ്റ്റേഡിയത്തിൽ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ഓളം പോലെയാണല്ലോ ചില സമയത്ത് ചില ഏരിയകൾ കിടക്കുന്നത്. അപ്പൊ അത് കാണുമ്പോഴും നമുക്ക് പേടിയാവും, നമ്മൾ ചില പ്ലേയേഴ്സ് അതിൽ കൂടെ ഓടുന്നു കാണുന്നേ. അപ്പൊ ഈ പറഞ്ഞ പോലെ നമുക്ക് ചേട്ടൻ പറഞ്ഞാൽ അറിയാൻ പറ്റില്ലല്ലോ അല്ലേ. അത് നമ്മൾ എന്താ പറയാ, ഇപ്പൊ നമ്മൾ ഇതുപോലെ അൺഈവൻ ഗ്രൗണ്ട്സിലൊക്കെ നമ്മൾ കളിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ഒരു ടൈം. അതിപ്പോ നമ്മൾ ഇന്ത്യൻ ടീം നേപ്പാളിനെ സെമിയിൽ തോൽപ്പിക്കുന്നു. അതിനുശേഷം ഞാൻ പിന്നെയും ചെറിയ ഇഞ്ചുറി ആവുന്ന പ്രതീക്ഷിച്ചത്. അത് പിന്നെ പെട്ടെന്നൊരു ഓപ്പറേഷനിലേക്ക് പോവാനായിട്ട് ഞാൻ പെട്ടെന്ന് തുനിഞ്ഞില്ല. അന്ന് ഞാൻ കളിക്കുന്നത് JCTക്ക്. 95 ഞങ്ങള് JCTക്ക് സൈൻ ചെയ്തു. അപ്പോ ഓപ്പറേഷൻ ചെയ്യണം വേണ്ടോ എന്നുള്ളത് തീരുമാനിക്കണം ക്ലബിനും വേണം, ക്ലബും തീരുമാനിക്കുമല്ലോ. അതെ, അവിടുത്തെ സ്പോർട്സ് ഡോക്ടറും കാര്യങ്ങളും ഫിസിയോ എല്ലാവരും കൂടി തീരുമാനിക്കണം. അന്നൊന്നും സ്പോർട്സിന്റെ ഡോക്ടർമാരൊന്നും ഇല്ല. അന്ന് കോച്ചുമാർ തന്നെയാണ് ഈ വെള്ളം കൊണ്ടുവരാനും ഇതിനൊക്കെ ഉണ്ടാവുക. അപ്പൊ എന്റെ മാത്രം തെറ്റ് പറഞ്ഞോളൂ. അതല്ല, ഇന്ത്യൻ ടീമിനെ ഉണ്ടാവും, പക്ഷെ ഞാൻ പറഞ്ഞത് ക്ലബ് ലെവലില്ലേ, ക്ലബിനൊന്നുമില്ല. അന്ന് അപ്പൊ അവര് വരും. പക്ഷെ ഇത് ഞാൻ ഇന്ത്യൻ ടീമിനെ ആയിരുന്നു. പക്ഷെ ഇന്ത്യൻ ടീമിനെ എന്റെ ഫുള്ള് അവസാനം 96 ഞാൻ ഓപ്പറേഷൻ ചെയ്യുന്നത്. 96 ഓപ്പറേഷൻ ചെയ്തപ്പോ ആ പൈസ ഫുള്ള് കിട്ടിയത് അന്ന് AFF ആയിരുന്നു കേട്ടോ. അന്ന് ലക്ഷ്മണ സാറൊക്കെ ഉണ്ടായിരുന്നു, സെക്രട്ടറിയേറ്റ്. അപ്പൊ ആളാണ് അതിന് മുൻകൈ എടുത്ത്. അത് പിന്നെ എനിക്ക് JCT നല്ലൊരു ഉപകാരം ചെയ്ത ഫുള്ള് റിഹാബിലേഷൻ അവരുടെ കൂടെ ആയിരുന്നു. അടിപൊളി. അതായത് അന്നത്തെ കാലത്ത് ഒരു പ്രൊഫഷണൽ ഫുട്ബോളിനുള്ളത് എന്തൊക്കെയാണ് ഇന്ന് വേണ്ടി ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്വന്തമായ ഗ്രൗണ്ട് ഉണ്ട്, സ്വന്തമായ സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, സ്വന്തമായ വെയിറ്റ് ട്രെയിനിങ് ഉണ്ട്, ജിം ഉണ്ട്. അപ്പൊ അതുകൊണ്ടൊക്കെ നമ്മൾ എന്താ രക്ഷപ്പെട്ടു. അതെ അതെ, റീഹാബും അവരുടെ കൂടെ കിട്ടി. അതെ, കാരണം അല്ലെങ്കിൽ നമ്മൾ വേറെ എവിടെയും ഇപ്പൊ വീട്ടിൽ വന്ന് ചിലപ്പോ നമ്മൾ തൃശ്ശൂർ പോയിട്ട് സ്വിം ചെയ്യാൻ പോണ്ടി വരും. അപ്പൊ ജിമ്മിന് പോകണമെങ്കിൽ ചിലപ്പോ അവിടേക്ക് പോകേണ്ടി വരും. പക്ഷെ ഇതൊക്കെ ഒരു കോമ്പൗണ്ടില്ല. അപ്പൊ അങ്ങനെ നമുക്ക് ചെറിയ ദൂരം കടന്നു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നടക്കും. അപ്പൊ അതൊരു പ്രൊഫഷണൽ മെന്റാലിറ്റി അവർക്ക് ഉണ്ടായിരുന്നതാണ്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടേക്ക് വരുന്നത്, FC കൊച്ചി 97. നമ്മുടെ സാധനം അല്ലേ, നമ്മുടെ ഐറ്റം 97. അതായത് FC കൊച്ചിന് ഭയങ്കര ഭാഗ്യ. അയ്യോ, എനിക്ക് സത്യം പറയല്ലോ ജോപ്പളേട്ടാ, ഞാൻ ആവേശം കൊണ്ട് ഇടയിൽ കയറി പോയതാണ് കേട്ടോ. എനിക്ക് അത്രയ്ക്ക് ആവേശമാണ് ആ ക്ലബ് എന്ന് പറയുമ്പോ. എനിക്ക് FC കൊച്ചി എന്ന് പറയുമ്പോ എനിക്ക് ഇന്ന് കേരളത്തിലെ ഫുട്ബോളിനെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് FC കൊച്ചിന് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് സത്യം. അതായത് അന്നത്തെ കാലത്ത് പ്രീമിയർ ടയേഴ്സ് ഉണ്ടെങ്കിലും മറ്റുള്ള ക്ലബിന് ഒരു പ്രൊഫഷണൽ ബേസിൽ വന്നത് അതിനുശേഷം FC കൊച്ചിനാണ് സത്യം. അപ്പൊ അത് എല്ലാവരും നല്ല പോലെ, അതായത് സെലക്ട് ചെയ്ത പ്ലേയേഴ്സും എല്ലാവരും നല്ല ഇതായിരുന്നു. അത് മാത്രമല്ല, അതായത് ഈ കേരളത്തിലേക്ക് ആദ്യമായിട്ട് ഡൂറന്റ് കപ്പ് കൊണ്ടുവന്നത് FC കൊച്ചിനാണ് സത്യം. ഞാൻ ഇപ്പോഴും ആ ജേഴ്സി അടക്കം ഞാൻ ഓർക്കുന്നുണ്ട്, വൈറ്റ് ജേഴ്സി ഉണ്ടല്ലോ. അതെ, വൈറ്റ് കൊണ്ട് ഒരു ബ്ലൂ ഉണ്ടായിരിക്കും. എന്റെ മനസ്സിൽ വൈറ്റ് ജേഴ്സി പെട്ടെന്ന് ഓർമ്മ വരുന്നത്. വിജയേട്ടനും അതേപോലെ ചേട്ടനും ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ ഗോൾ അടിച്ച് കഴിയുമ്പോഴത്തേക്ക് നിങ്ങളെല്ലാവരും ക്രൗഡിന്റെ ഇടയിലോട്ട് ഇങ്ങനെ വരുന്ന ആ ഒരു സെലിബ്രേഷൻ വരുന്നൊരു സീൻ ഉണ്ടല്ലോ. എന്റെ മനസ്സിൽ സത്യം പറഞ്ഞാൽ അതൊക്കെ ഇങ്ങനെ കടന്നു പോവാണ്. ഞാൻ അതുകൊണ്ടാണ് ഇടയിൽ കയറി പോകുന്ന അറിയാണ്ട്. ഓക്കെ. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നാഷണൽ ലീഗാണ് കളിക്കുന്നത് FC കൊച്ചി. ഡയറക്റ്റ് എൻട്രി കിട്ടിയ അന്ന് മോഹൻ ബഗാനും FC കൊച്ചിനാണ് ഡയറക്റ്റ് എൻട്രി കിട്ടിയ 2 ടീമുകൾ 97. പിന്നെ അതുവരെ FC കൊച്ചിൻ പോണവരെ FC കൊച്ചിന്റെ പേരൊന്നും നിലനിന്നിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടേക്ക് പോയി നമുക്ക് കൊണ്ടു നടക്കാൻ സാധിച്ചില്ല. അതിനുശേഷം ഞങ്ങള് വിട്ടുപോയി. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വന്നു. പിന്നെ 2001 വീണ്ടും കൽക്കട്ടയ്ക്ക് പോകുന്നു. 98 ഞങ്ങള് മോഹൻ ബഗാനെ തിരിച്ചുപോയി. യെസ്, എന്തായാലും മോഹൻ ബഗാന്റെ കഥയോടുകൂടി നമ്മൾ ചെറിയൊരു പോസ്റ്റ് എടുക്കുന്നു. അത് കഴിഞ്ഞിട്ടാണ് മോഹൻ ബഗാനിലേക്ക് ചേട്ടനെ കോച്ചിങ് കരിയർ തുടങ്ങിയപ്പോഴും മോഹൻ ബഗാനിലേക്ക് വന്ന കഥകളെക്കുറിച്ച് നമുക്ക് പറയേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി കേട്ടുകൊണ്ടിരിക്കൂ. എൻ്റെ കൂടെയുള്ളത് ഇന്ത്യൻ ഫുട്ബോൾ മുൻ ക്യാപ്റ്റൻ ജോ പോൾ അഞ്ചേരിയാണ്. സേതുവാണ് കൂടെ. കാതോരം കരുതലായി കാലത്തിനൊപ്പം.
എൻ്റെ കൂടെ ദേ ഇന്ന് സ്വാതന്ത്ര്യദിനമായിട്ട് തന്നെ സ്പെഷ്യൽ ഇമ്മിണി ബെല്ലൊരാളിൽ എത്തിയിരിക്കുന്ന ആളുടെ പേര് ജോപ്പോളഞ്ചേരി എന്നാണ്. ജോപ്പോളേട്ടൻ്റെ കാര്യം പറയുമ്പോഴേ ഞാൻ എപ്പോൾ വിളിച്ചിട്ടുണ്ടെങ്കിലും, അതായത് ജോപ്പോളേട്ടനെ നമ്മൾ എന്ത് കാര്യത്തിന് വിളിച്ചിട്ടുണ്ടെങ്കിലും ജോപ്പോളേട്ടൻ ഫോൺ എടുക്കാൻ തയ്യാറാണ്, ഫോൺ എടുക്കാൻ സംസാരിക്കാൻ തയ്യാറാണ്. അങ്ങനൊരു എന്താ പറയുക, അങ്ങനത്തെ ഒരു ഇഷ്ടം കൂടി എനിക്ക്, നമ്മൾ രണ്ടുപേരും കൂടി ആ ഒരു ഇഷ്ടവും കൂടി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു പലപ്പോഴും. അതായത് ഞാൻ 2014 ഞാൻ ജോപ്പോളേട്ടനെ ആദ്യമായിട്ട് വിളിക്കുന്നത്. 14 15 എന്ന് എനിക്ക് ഓർമ്മയില്ല. അന്ന് ഇതേപോലെ തന്നെ എന്തോ ഒരു ഫുട്ബോൾ റിലേറ്റഡ് ഒരു കാര്യം ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അന്ന് മുതൽ ഇന്ന് വരെയും ഞാൻ എന്നൊക്കെ വിളിച്ചിട്ടുണ്ടോ, ജോപ്പോളേട്ടൻ തിരക്കാണെങ്കിൽ ജോപ്പോളേട്ടൻ പറയും സേതു ഇത്തിരി തിരക്കിലാണ്, നമുക്ക് അടുത്ത ആഴ്ച മതിയാ എന്ന് ചോദിക്കും. ആ ഒരു, അതായത് എന്നെ ഞാൻ പറയട്ടെ, ഇപ്പോൾ ഒരു ഫുട്ബോൾ ലെജൻഡിന് എന്നെ അങ്ങനെ നോക്കേണ്ടതോ എന്നെ അങ്ങോട്ട് മറുപടി പറയേണ്ടോ കാര്യമില്ല. ഞാനതാണ് പലപ്പോഴും. വിജയേട്ടനാണെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. നമുക്ക് എപ്പോൾ വിളിച്ചാലും ഞാൻ വിളിച്ചാലും ഫോൺ എടുക്കും, എപ്പോഴും നമ്മുടെ അടുത്ത് കാര്യങ്ങൾ സംസാരിക്കും. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും നമ്മളുടെ മുത്തുക്കളാണെന്ന് പറഞ്ഞുകൊണ്ട് ഇനിയിപ്പോൾ നമുക്ക് ജോപ്പോളേട്ടൻ നമ്മളെ മോഹൻ ബഗാനിലേക്ക് കോച്ചിങ് കരിയറിൻ്റെ കാര്യം നമുക്ക് പറയണം. കരിയറിൻ്റെ ഒരു വലിയ ഒരു ഭീമഭാഗം നമ്മൾ ചെലവിട്ടത് മോഹൻ ബഗാനിലാണ്. അതേപോലെ തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കോച്ചിങ് കരിയർ സ്റ്റാർട്ട് ചെയ്തപ്പോഴും ഞാൻ ഒരു പ്രാവശ്യം ഓർക്കുന്നുണ്ട്, ഞാൻ എന്തോ കാര്യത്തിന് വിളിച്ചപ്പോൾ ജോപ്പോളേട്ടൻ കോച്ചിങ്ങിൻ്റെ ഇടയ്ക്കായിരുന്നു. അപ്പോഴും ജോപ്പോളേട്ടൻ ഇങ്ങനെ പറഞ്ഞു ഞാൻ ഇപ്പോൾ ക്യാമ്പിലാണ്, മോഹൻ ബഗാൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ എങ്ങനെയാണ് കോച്ചിങ് കരിയറും അവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചത്? കോച്ചിങ് കരിയർ അതായത് നമ്മള് ആദ്യം പറയുകയാണെങ്കിൽ 2008 ഞങ്ങള് ഞാൻ വിജയനൊക്കെ സി ലൈസൻസ് കോച്ചിങ്ങിന് പോകുന്നത്. അതായത് നമുക്ക് ലൈസൻസ് ഇല്ലാണ്ട് കോച്ച് ചെയ്യാൻ പറ്റില്ലല്ലോ. അതായത് മാറ്റങ്ങൾ വന്നു 2003 കൂടി 2002 കൂടിയൊക്കെ കോച്ചിങ് ലൈസൻസ് ഉണ്ടെങ്കിൽ, അതായത് ഈ കാറ്റഗറി ലൈസൻസ് ഉണ്ടെങ്കിൽ കോച്ച് ചെയ്യാൻ പറ്റൂ എന്നുള്ളത്. അങ്ങനെ ഞാനും വിജയനും നമ്മുടെ ഗബ്രിയേൽ സാറായിരുന്നു അന്നത്തെ സി ലൈസൻസ് ഇൻസ്ട്രക്ടർ. അപ്പൊ സാറ് കൂടെ സാറങ്ങനെ നമ്മളെ ഇൻക്ലൂഡ് ചെയ്തു. അങ്ങനെ നമ്മൾ പിന്നെ നമ്മള് കളിച്ച പാഠങ്ങള്, അതായത് നമുക്ക് കളിച്ച കാര്യങ്ങൾ അറിയാലോ. അപ്പൊ അതിന്റെ പ്രിൻസിപ്പിൾസും ഇതൊക്കെ കണ്ട് അപ്പൊ ആള് ചോദിച്ചു, ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമുണ്ടോ ജോപ്പോൾ വിജയ ചോദിച്ചു. അപ്പൊ ഓക്കെ ഉണ്ട്, ഇല്ലാണ്ട് നമ്മൾ പൈലിറങ്ങില്ലല്ലോ, പിന്നെ നമുക്ക് അതിന്റെ താല്പര്യം ഉണ്ടല്ലോ. അതെ. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് അങ്ങനെയുള്ള ആഗ്രഹമുണ്ട്. ഓക്കെ. അപ്പൊ ഒരു ലൈസൻസ് നെക്സ്റ്റ് ഇയറും പിന്നെ ഞങ്ങളൊരു ഇത് ചെയ്തു, ബി ലൈസൻസ് ചെയ്തതും സാറിന്റെ അണ്ടറിലാണ്. അതിനുശേഷമാണ് ഞാൻ ടീമിനെ കൊണ്ടുപോകുന്നത്. അതായത് ബി ലൈസൻസ് കഴിഞ്ഞപ്പോ എനിക്ക് അന്ന് നമ്മുടെ ഫിഫയുടെ ഇതായിട്ടുള്ളത് ഷാജി പ്രഭാറായിരുന്നു. ഷാജി അന്ന് IFF അല്ല ഫിഫയുടെ അണ്ടറിലായിരുന്നു. അപ്പൊ ഇന്ത്യൻ ടീം കളിക്കാൻ കൊണ്ടുപോകാനായിട്ടുള്ള ഒരു ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. അവിടെ Under-16 കൊക്കോകോള കപ്പ്. അന്ന് കൊക്കോകോളയാണ് ടീമിനെ വിടുന്നത്. അപ്പൊ എന്നോട് ചോദിച്ചു, നീ ബി ലൈസൻസ് എടുത്താൽ നമുക്ക് കൊണ്ടുപോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് കൊക്കോകോളാരുമായിട്ട് സംസാരിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഷാജിയായിട്ട് സംസാരിച്ച് അപ്പൊ അവര് പറഞ്ഞു ഓക്കെ, അവരും റെഡി ആയിരുന്നു. നമുക്ക് ഇതുണ്ടല്ലോ, അവർക്കും അവരുടെ മാനേജറൊക്കെ വന്ന് നമ്മുടെ അടുത്ത് സംസാരിച്ചു. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ഫസ്റ്റ് കൊണ്ടുപോകുന്നത് ബ്രസീലിലേക്കാണ് ടീമിനെ. അവിടെയാണ് ആ മാച്ച് നടന്നത്, ഫുട്ബോൾ. അതായത് അവിടെ ബ്രസീലില് അവിടെ 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് ഇൻഡിവിജ്വൽ ആയിട്ട് വേണമെങ്കിൽ കൊണ്ടുപോകാൻ നമുക്ക്, അല്ലെങ്കിൽ ടീമായിട്ട് കൊണ്ടുപോകാം. അപ്പൊ ഇവിടെ കൊക്കോകോള എടുത്ത തീരുമാനം, ഇന്ത്യൻ ടീം IFF എടുത്ത തീരുമാനം, നമുക്ക് സിംഗിൾ ആയിട്ട് പോയിട്ട് കാര്യമില്ല. അപ്പൊ അതിൽ 1-2 പേരെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പിന്നെ അവിടെ കോച്ചിങ് ആണ് 10 ദിവസത്തെ. പിന്നെ അത് നല്ലത് കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള മാച്ച് കളിക്കാമെന്നുള്ള കണ്ടീഷനിലാണ് ടീം തയ്യാറാക്കിയത്. ഇന്ത്യൻ ടീം പോയി അല്ലെ, Under-16. അത് കഴിഞ്ഞ് വന്നിട്ടാണ് ഞാൻ മോഹൻ ബഗാനിലേക്ക്, മോഹൻ ബഗാന്റെ ഓഫർ വരുന്നത്. അങ്ങനെ ഞാൻ 2010 തോന്നുന്നു, 2010 ഞാൻ മോഹൻ ബഗാനിലേക്ക് കയറി. അവിടെ 2 വർഷം ചെയ്ത് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ അത് കഴിഞ്ഞ് അതെ, അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് നാള് ഇന്ത്യൻ ടീമിന്റെ Under-13, Under-16, Under-14 ടീമിന്റെ കോച്ചായിരുന്നു. അത് പിന്നെ ഈഗിൾ എഫ്സിയിലെത്തി, കൊച്ചി ടീം ഉണ്ടായിരുന്നു. അത് ഒരു കൊല്ലം തന്നെയാണല്ലോ. അതിനുശേഷം ഞാൻ അവിടെ നിന്ന് പോന്നു. പിന്നെ 2015 കൂടി ഇതിലേക്ക് പോയി, മോഹൻ ബഗാനിലേക്ക് വീണ്ടും. അത് കഴിഞ്ഞൊരു 5 വർഷത്തോളം അവിടെ തന്നെയായിരുന്നു. അതായത് കൊൽക്കത്തയിലെ ജീവിതം വീണ്ടും. അതെ. അതല്ല, നമുക്ക് എന്താ പറയുക, ഒരുപാട് എക്സ്പീരിയൻസ് ആണ്. അതായത് കോച്ചിങ്ങിന്റെ ഇതില്ലേ, നമ്മൾ പഠിച്ചതും നമ്മൾ പുതിയതായിട്ട് കണ്ടതും കഴിഞ്ഞ ഒരുപാട് കാര്യങ്ങളും മാറ്റങ്ങൾ വരുന്നുകൊണ്ടിരിക്കുകയാണ് കോച്ചിങ്ങില്.
അതൊക്കെ ഇനി പഠിച്ചുണ്ടാക്കണം. അതെ, അല്ല എന്തായാലും ഞാൻ പറയട്ടെ, അങ്ങനെ ഞാൻ പറയുമ്പോൾ മൂളിപ്പോയപ്പോഴത്തേക്കും ഞാനിപ്പോൾ എന്തിനാണ് മൂളിയത്, എക്സ്പീരിയൻസ് ഉണ്ടാക്കണമെന്ന് പറയുമ്പോഴത്തേക്കും ആരാണ് ഈ പറയുന്നതെന്ന് പെട്ടെന്ന് ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. കേട്ടതിൻ്റെ മൂളലാണ്, അല്ലാണ്ട് ജോപ്പോളേട്ടൻ പഠിക്കണമെന്ന് പറയുമ്പോൾ ഞാൻ സമ്മതിച്ചതല്ല കേട്ടോ. ഇനി എനിക്ക് ഇവിടെ കുറച്ച് കഴിയുമ്പോൾ ഫോൺ വരും, ജോപ്പോളേട്ടൻ പഠിക്കണമെന്ന് പറയാനായിട്ട് സേതു ആരാണെന്നൊക്കെ ചോദിച്ചു. അതല്ലേ ഉദ്ദേശിച്ചത്, ജോപ്പോളേട്ടൻ പറയുന്നതെല്ലാം മൂളി കേട്ടെന്നേ ഉള്ളൂ. അപ്പോൾ ജോപ്പോളേട്ടൻ നമ്മളെ ഈ കോച്ചിങ്ങിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഇനി എനിക്കൊരു പേഴ്സണൽ കഥ പറയാനുണ്ട്. ഇപ്പോൾ വിജയേട്ടൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഞാൻ എപ്പോൾ വിളിച്ചാലും ഫോൺ എടുക്കുന്ന, നമ്മളോട് വളരെ അതായത് എന്താ പറയുക, ഒരു മാധ്യമപ്രവർത്തകനേക്കാളും കൂടുതൽ ഫുട്ബോളിനെ ഇഷ്ടപ്പെടുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് പലപ്പോഴും. നിങ്ങളോട് ചോദ്യം ചോദിക്കുമ്പോഴാണെങ്കിലും, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളോട് എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ അഭിപ്രായം, ഇപ്പം നമ്മൾ നേരത്തെ സഞ്ജു ഗണേഷായിട്ട് ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നപ്പോഴും ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ രണ്ടുപേരും ചോദ്യം ചോദിക്കാൻ വേണ്ടി, സഞ്ജുവിനോട് ചോദ്യം ചോദിക്കാൻ വേണ്ടി നിങ്ങൾ രണ്ടുപേരും തയ്യാറായിരുന്നു. അപ്പോൾ അങ്ങനെ നിങ്ങളോട് നമ്മൾ വന്ന് സംസാരിക്കുമ്പോൾ നിങ്ങൾ തരുന്നൊരു വോംത്ത് ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ പറഞ്ഞോട്ടെ, എൻ്റെ ചെറിയ കാല ഓർമ്മയിൽ ഞാൻ ഈ പറഞ്ഞ പോലെ എൻ്റെ കൊച്ചച്ഛൻ എന്നെ തോളത്തിരുത്തി നമ്മുടെ കലൂർ സ്റ്റേഡിയത്തിൽ, ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ കളി കാണിക്കാൻ കൊണ്ടുവരുന്നപ്പോൾ എൻ്റെ മനസ്സിലേക്ക് കയറിക്കൂടിയ പേരുകളിൽ ഒന്ന് അത് ചാപ്മാൻ എന്നുള്ള പേരാണ്, കാൾട്ടൺ ചാപ്മാൻ എന്നുള്ള പേരാണ്. അതിൻ്റെ പുറകിലൊരു കഥയുണ്ട്. ആ കഥ 2015-ലോ 2016-ലോ നമ്മൾ തമ്മിൽ വീണ്ടും സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കഥയെക്കുറിച്ച് നമുക്ക് പറയാം. അതൊക്കെ വരുന്ന പക്ഷേ പാട്ട് കഴിഞ്ഞിട്ടാണ്. സേതുവാണ് കൂടെ. എൻ്റെ കൂടെ ഉള്ളത് ഇന്ത്യൻ ഫുട്ബോൾ ലെജൻഡ് ജോപോൾ അഞ്ചേരി. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. ഇന്ന് സ്വാതന്ത്ര്യ ദിനമായിട്ട് എൻ്റെ കൂടെ ഉള്ളത് ഇന്ത്യൻ ഫുട്ബോൾ ലെജൻഡ്, ഇന്ത്യയുടെ മുൻ ക്യാപ്റ്റൻ ഒക്കെ ആയ ഇന്ത്യയുടെ സ്വന്തം ജോപോൾ അഞ്ചേരിയാണ്. ജോപോളേട്ടനാണ് എൻ്റെ കൂടെ ഉള്ളത്. ജോപോളേട്ടൻ, ഞാനിപ്പോൾ ആ കഥ ഞാൻ അങ്ങോട്ട് ഷെയർ ചെയ്യാം. ചേട്ടൻ ഓർമ്മയുണ്ടാവും. ഞാൻ പറഞ്ഞു തുടങ്ങുമ്പോൾ ചിലപ്പോൾ ഓർമ്മ കിട്ടിയേക്കാം, അല്ലെങ്കിൽ വിട്ടേക്കും. പക്ഷേ ഈ കഥ എനിക്ക് പറയണമെന്നുണ്ട്. ഞാൻ ഒരു ദിവസം 2017 സമയത്താണെന്ന് എനിക്ക് തോന്നുന്നു, ഞാൻ പെട്ടെന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ കാൾട്ടൺ ചാപ്മാൻ എന്ന് എൻ്റെ മനസ്സിലേക്ക് എവിടെ നിന്നോ പെട്ടെന്ന് വരികയാണ്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, ദൈവമേ, കാൾട്ടൺ ചാപ്മാൻ അദ്ദേഹം എവിടെയാണെന്ന് എൻ്റെ മനസ്സിലേക്ക് തോന്നുവാണ്. അപ്പോൾ ഞാൻ കുറച്ച് കഴിയുമ്പോൾ എനിക്ക് തന്നെ തോന്നുവാണ്, ഒരാളെ വിളിച്ച് എനിക്ക് ഉത്തരം കിട്ടും. പക്ഷേ അദ്ദേഹം തിരക്കിലാണോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. എന്തായാലും വിളിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ 2 കൽപ്പിച്ച്, പോട്ടെ 5 കൽപ്പിച്ച് ഞാൻ വിളിക്കുകയാണ്. ആരാന്നറിയാവോ? മിസ്റ്റർ ജോപോൾ അഞ്ചേരിയെ. ഞാൻ ചേട്ടനെ ഡയൽ ചെയ്ത് വിളിക്കുന്നു. ഹലോ ചേട്ടാ. അപ്പോൾ ചേട്ടൻ ചോദിച്ചു, ഇപ്പോൾ ചോദിച്ച പോലെ എന്താ ചെയ്തു? എന്താ ചെയ്തു? ഞാൻ പറഞ്ഞു, ഒന്നുമില്ല ചേട്ടാ, എനിക്ക് രാവിലെ എഴുന്നേറ്റപ്പോൾ കാൾട്ടൺ ചാപ്മാനെ ഓർമ്മ വന്നു. അപ്പോൾ കാൾട്ടൺ അദ്ദേഹം എവിടെയാണ്, ചാപ്മാൻ എവിടെയാണെന്ന് അറിയാൻ വേണ്ടി ഞാൻ വിളിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ചോദ്യത്തിലുള്ള എന്താ പറഞ്ഞ ഒരു ആഗ്രഹമോ, അല്ലെങ്കിൽ പെട്ടെന്നൊരു നമ്മളൊരാളെ കാണാണ്ടാകുമ്പോഴത്തേക്ക് എവിടെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ആകാംക്ഷയോ കാരണം ചേട്ടൻ പറഞ്ഞു, അവൻ കേരളത്തിലുണ്ട്, അവൻ കേരള FC-നുണ്ട്, അറിഞ്ഞില്ലായിരുന്നോ എന്ന് ചോദിച്ചു എൻ്റെ അടുത്ത്. അപ്പം ഞാൻ പറഞ്ഞ്, അയ്യോ ഞാൻ അറിഞ്ഞിരുന്നില്ല, ഞാൻ അന്വേഷിച്ചിട്ടും കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചേട്ടനെ വിളിച്ച് ചോദിച്ചേട്ടോ, താങ്ക് യു. അവൻ ഇവിടെ ഉണ്ട്, ഒരു കുഴപ്പമില്ല, അവൻ മിടുക്കനായിട്ടിരിക്കണു എന്ന് പറഞ്ഞു. അപ്പം നമുക്ക് കിട്ടുന്നൊരു സന്തോഷം ഉണ്ടല്ലോ. ഞാനിങ്ങനെ അടിപൊളി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ കാൾട്ടൺ ചാപ്മാൻ നമ്മളെ വിട്ടുപോയി. അതെ, അത് ഞങ്ങള് ഒരുമിച്ച് ഒരുപാട് കൊല്ലം ഇന്ത്യ കളിച്ചതാ. അയ്യോ, അത് നിങ്ങൾക്ക് ഞങ്ങള് JCT-ലായാലും FC കൊച്ചിനിലായാലും, പക്ഷെ കൽക്കട്ടയിൽ മാത്രം ഞങ്ങൾ ഒരുമിച്ച് കളിച്ചില്ല, എതിരാണ്. പക്ഷെ അവിടെയും കളിക്ക് മാത്രമല്ലോ ഞങ്ങള് ബന്ധമില്ലാത്തത്. അത് കഴിയുമ്പോ പോയിട്ട് എന്നെ ഉണ്ടടാ, സുഖമാണോടാവേ എന്ന് ചോദിച്ചില്ലെങ്കിൽ ഒരു സുഖമില്ലെന്നല്ലേ. അതെ, അതൊക്കെയാണ്. അതായത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലേ പെട്ടെന്ന് ഇങ്ങനെയാവുന്നുള്ളൂ. അയ്യോ, അത് ഞാനും ന്യൂസ് കണ്ടപ്പോ എനിക്കും പറഞ്ഞ പോലെ നമുക്കൊരു ഞെട്ടലാണല്ലോ ഇത്. കാരണം എന്താ പറഞ്ഞ, ഇത്രയും കൃത്യമായിട്ട് ശരീരം നോക്കുന്ന ഒരാള്, എന്താ പറഞ്ഞ ഭയങ്കര സ്പീഡിയാണ്. നമ്മളത്രയും അത്ര വിങ്ങില് നല്ല മുന്നേറ്റങ്ങൾ നടത്താൻ പറ്റുന്ന ഒരു പ്ലെയർ ആയിരുന്നു. ഒരുപാട്. പക്ഷെ നമുക്ക് അതിപ്പോ എന്താ പറയാ, പെട്ടെന്ന് ആരും അറിഞ്ഞില്ല, അതായത് അങ്ങനെ സംഭവിച്ചു പോയത്. എന്തായാലും ചേട്ടാ, ഞാനൊരു സങ്കടത്തിലേക്ക് പറഞ്ഞു വിടുന്നില്ല, മറിച്ച് ഞാൻ ചോദിക്കാൻ വന്ന ചോദ്യമേ, ഇപ്പൊ നമ്മൾ ചാപ്മാനെ പറ്റി ചോദിച്ച് വേറൊരു ചോദ്യത്തിലേക്ക് എത്താൻ വേണ്ടിയായിരുന്നു. അതായത് നിങ്ങളെല്ലാവരും തമ്മിൽ ഭയങ്കര കമ്പനി ഉണ്ട് ഇപ്പോഴും. അതായത് ഇപ്പോൾ വിജയേട്ടനും ചേട്ടനും എന്താ പറഞ്ഞ, ഓൾമോസ്റ്റ് എല്ലാ മാസവും അല്ലെങ്കിൽ എല്ലാ ആഴ്ചയിലും നിങ്ങൾ സംസാരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ മറ്റു താരങ്ങളുമായിട്ട് പോലും, മറ്റ് മുൻ താരങ്ങളും ഇപ്പോൾ ഉള്ള പ്രദീപേട്ടനായിട്ടാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള എങ്ങനെയാണ് ആ ബന്ധം ഇങ്ങനെ ഇത്രയും കളറായിട്ട്, ഇത്രയും പവറായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? എന്താണ് നിങ്ങളൊക്കെ എടുക്കുന്ന ഒരു ശ്രമം? എന്താണ് ഇതിൻ്റെ അകത്ത്? ഇപ്പൊ നമ്മൾ കോളേജിൽ പഠിച്ചിട്ട് തന്നെ വിട്ടുപോകുന്ന കാലമാണേ. മാത്രമല്ല, ഇപ്പൊ നമുക്ക് ഇപ്പൊ എല്ലാവർക്കും ഫോണുണ്ട്, എല്ലാവരുടെ കയ്യിലും. ഇപ്പൊ ഏതെങ്കിലും ഒരു പരിപാടിക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ അവരായിട്ട് ഭയങ്കരമായിട്ട് സംസാരിക്കും. അതിനുശേഷം ഇപ്പൊ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ തന്നെ ഒരാൾ നമ്മളെ വിളിക്കും, തിരിച്ചു വിളിക്കും. അപ്പൊ നമുക്ക് ചിലപ്പോ വേറെ എന്തെങ്കിലും കാര്യത്തിനായിരിക്കാം. അങ്ങനെ ഒരു ബന്ധം നമ്മൾ എല്ലാവരായിട്ട് നിലനിർത്തുന്നുണ്ട്. മനസ്സിലായോ? അതാണ് വളരെ ഏറ്റവും വേണ്ടത് നമുക്ക്. നമ്മള് കളി കഴിഞ്ഞ് അങ്ങനെ പോയി എന്നുള്ളതല്ല. ഇപ്പൊ കേരളത്തിലെ കേരളത്തിൽ മാത്രമല്ല, പുറത്തുനിന്ന് ആരായാലും വിളിച്ചാലും
അവരിപ്പോ ചില ഒരു കാര്യത്തിനായിരിക്കും ചിലപ്പോ നമ്മൾ വിളിക്കുന്നുണ്ടാവാ. അവർക്ക് ചിലപ്പോ കേരളത്തിൽ വരാനായിരിക്കാം, അല്ലെങ്കിൽ കേരളത്തിലെ പ്ലേയേഴ്സിനെ കിട്ടാനായിരിക്കാം. അപ്പൊ അത് നമ്മൾ പറയും ഓക്കെ ഇന്ന് കുറച്ച് പേരുണ്ട്, നിങ്ങൾ നോക്കിയെടുക്കുക ട്രയൽസിൽ. അല്ലാണ്ട് ജോപ്പോളഞ്ചേരി ഒന്നും പറഞ്ഞത് കൊണ്ട് എടുക്കാൻ പാടില്ല. ഇത് സത്യം അങ്ങനെയല്ലല്ലോ പ്രോസസ് വേണ്ടത് അല്ലേ? അതെ. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് നല്ലതായി തോന്നി കഴിഞ്ഞാൽ നിങ്ങൾ എടുക്കാം. സ്കൗട്ടിങ്ങിന് ഞാൻ സഹായിക്കാം, പക്ഷെ ആളെ തെരഞ്ഞെടുക്കുക എന്നുള്ളത് നിങ്ങളുടെ ഡ്യൂട്ടി ആയിരിക്കും. അതെ. ഇപ്പൊ ഞാൻ എന്റെ അടുത്തേക്ക് വിടുകയാണെങ്കിൽ ഞാൻ പറയും ഞാൻ ഇഷ്ടപ്പെട്ട മാത്രമേ എടുക്കൂ, അല്ലാണ്ട് നമുക്ക് അതാണ് എനിക്കുള്ള ഒരു കോച്ചിന്റെ ഡ്യൂട്ടി. സത്യം. എന്തായാലും ചേട്ടാ ഇപ്പൊ സ്കൗട്ടിങ്ങിന്റെ ഒരു ഓർത്തുകൊണ്ട് ഞാൻ പറയാണ്, വലിയൊരു സ്കൗട്ടിംഗ് ആണ് ഇപ്പൊ നമ്മൾ SLKയും കേരള ഫുട്ബോൾ അസോസിയേഷനും കൂടി ചേർന്നിട്ട് നടത്തിയത്. ഒരുപാട് പുതിയ പിള്ളേർക്ക് ഇപ്പോൾ സൂപ്പർ ലീഗ് കേരളയിൽ കളിക്കാനായിട്ടുള്ള ചാൻസ് കൊടുക്കാൻ പോവാണ്. അപ്പോൾ അങ്ങനെ ഒരു മാറ്റമൊക്കെ കേരള ഫുട്ബോളിൽ വരുമ്പോഴേക്കും എത്രത്തോളം അഭിമാനം എന്നതിനേക്കാൾ എത്രത്തോളം സന്തുഷ്ടനാണ് ഇപ്പോ നിങ്ങളെ പോലെ പുതിയ പ്ലേയേഴ്സ് വരണം. സന്തോഷ് ട്രോഫി തന്നെ നോക്കുക, SLK കളിച്ച ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ടല്ലോ. സത്യം. അപ്പൊ അതായത് കേരളത്തില് നമ്മൾ പറയുകയാണെങ്കിൽ ഇതിനെ 3 കൊല്ലം മുമ്പ് വരേണ്ടതായിരുന്നു ഇതുപോലുള്ള ലീഗ് മത്സരങ്ങൾ. അന്ന് കൽക്കട്ടയിലും ഗോവയിലും മാത്രം ഒതുങ്ങി. ഇപ്പൊ നമ്മൾ കാണുന്നത് അതായത് കേരളത്തില് നമ്മുടെ പ്ലേയേഴ്സിനെ കളിക്കാനുള്ള അവസരം, ഇത് ഞാനുള്ള ഒരു എക്സ്പീരിയൻസ് ഒരു എക്സ്പോസറും കിട്ടുന്നത്. അതാണ് അത് മുതൽക്കൂട്ടുകാർക്ക് KFക്കാണ്. കാരണം KFയുടെ സന്തോഷ് ട്രോഫി മത്സരങ്ങൾ വരിക, നാഷണൽ ഗെയിംസ് വരിക നോക്കാം. സന്തോഷ് ട്രോഫി ഫൈനലിൽ നമ്മൾ തോറ്റു പോകുന്നത്, അതുപോലെ തന്നെ നാഷണൽ ഗെയിംസ് ചാമ്പ്യൻസ് ആയി. അതായത് ഞാൻ പറഞ്ഞ അതാണ്, അതായത് കുട്ടികൾക്ക് കളിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കണം. നമ്മളെടുത്ത തയ്യാറെടുപ്പിന്റെയാണെന്ന് ഇത് മുഴുവൻ അല്ലേ? അതെ. നമ്മള് അന്ന് ഒരുപാട് ടൂർണമെന്റുകളാ, എല്ലാ ഡിസ്ട്രിക്റ്റിലും ടൂർണമെന്റുകൾ ഉണ്ടായിരുന്നു. അന്ന് ലീഗ് മത്സരങ്ങളില്ലല്ലോ. അന്നിപ്പോ കേരളത്തിലേക്ക് ഒരു ടീം വന്നു കഴിഞ്ഞാൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ കളിച്ചിട്ട് പോകുള്ളൂ. അപ്പൊ 2 മാസം ഇവിടെ ആയിരിക്കും. അതായത് ഒരുപാട് ക്ലബ്ബുകൾ ഉണ്ടായിരുന്ന കാലത്ത്. അതെ, അന്ന് ഒരുപാട് മിലിറ്ററി ക്ലബ്ബുകളുണ്ട്, ഈസ്റ്റ് ബംഗാൾ, മോഹൻ ബഗാൻ, അതുപോലെ JCT, അതുപോലെ ഒരുപാട് നമ്മളറിയാത്ത ഒരുപാട് ക്ലബ്ബ്. ഇപ്പൊ നമ്മളൊക്കെ പേര് മറന്നുപോയി. ആ ടീമുകൾ വരെ വന്നോട് കളിച്ചു പോയിരുന്ന കേരളത്തിലെ. അപ്പൊ എന്തായാലും നമ്മള് പേര് മറക്കാത്തൊരു ക്ലബ്ബുണ്ട്, അത് വിന്നേഴ്സ് ക്ലബ്ബ് എന്നുള്ള ക്ലബ്ബാണ്. ക്ലബിനെ കുറിച്ചും തൃശ്ശൂരിനെ കുറിച്ചും ഒക്കെ നമുക്ക് കേൾക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജോപ്പോളേട്ടൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. നമ്മൾ ഇന്റർവ്യൂ നമ്മുടെ ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ മോശമായി പോകും. ശരിക്കും ഇത് ജോപ്പോളേട്ടൻ നമ്മളിരുന്ന് സംസാരിക്കുന്നത് ഇന്റർവ്യൂ ആയോ? അതിപ്പോ ഞാൻ ആലോചിക്കുന്നത്. അപ്പൊ നമ്മളെ സംസാരം കണക്കൂട്ടുണ്ടല്ലോ, നമ്മളോട് ഇരുന്ന് ആഗസ്റ്റ് 15 നമ്മൾ ചായ കുടിക്കാതിരിക്കണം, അത്രേ ഉള്ളൂ. അതാണ്. അപ്പൊ എന്തായാലും അങ്ങനെ ഒരു സംസാരം ഇനിയിപ്പോ വളരെ കുറച്ച് നേരം കൂടി ബാക്കിയുള്ളൂ. അല്ലെങ്കിൽ ഇനിയിപ്പോ ഒരു തവണയും കൂടി നമ്മൾ 2 തവണയോട് സംസാരിക്കുമ്പോൾ നമ്മൾ ഈ ഒരു സെഷൻ വൈൻഡ് അപ്പ് ചെയ്യുന്നു. അപ്പോൾ എന്തായാലും അതിന് മുന്നേ പാട്ടുകൾ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് വിന്നേഴ്സ് ക്ലബിനെ കുറിച്ച് നമ്മൾ ചോദിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി കാത്തിരിക്കൂ. സേതുവാണ് കൂടെ, കാതോരം, കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. ഇന്ന് എൻ്റെ കൂടെ സ്വാതന്ത്ര്യ ദിനമായിട്ട് ഇന്ന് ഇമ്മിണി പെരുന്നാളിൽ എൻ്റെ കൂടെയുള്ള ഗസ്റ്റ് നമ്മുടെ ഇന്ത്യയുടെ എന്താ പറയുക ഏത് പൊസിഷനിലും കളിക്കാൻ പ്രാപ്തിയുള്ള ഇന്ത്യയുടെ ഒരു കിടിലൻ കോച്ചായിട്ടുള്ള ജോപ്പോളേട്ടനാണ്. ജോപ്പോളഞ്ചേരിയാണ് എൻ്റെ കൂടെ ഉള്ളത്. ജോപ്പോളേട്ടൻ നമ്മളിനിയിപ്പോൾ സംസാരിക്കേണ്ടത് നമ്മളെ തുടക്കം വിന്നേഴ്സ് ക്ലബ്ബും നമ്മുടെ തൃശ്ശൂരും ഒക്കെ തന്നെയാണ്. അപ്പോൾ എന്തായിരുന്നു ആ ഒരു വിന്നേഴ്സ് ക്ലബിനെ കുറിച്ചും തൃശ്ശൂരിനെ കുറിച്ചൊക്കെ പറയുമ്പോഴേക്കും അവിടെയുള്ള ചില ആളുകളെയൊക്കെ മനസ്സിലേക്ക് വരുന്നുണ്ടാവില്ലേ? അവരെ കുറിച്ചൊക്കെ പറയും, കേൾക്കാം. പിന്നെന്താ ഒരുപാട് കാരണം നമ്മൾ ഈ ഗ്രൗണ്ടിലേക്ക് അധികം പോകാൻ പറ്റില്ലല്ലോ. അവിടെ സീനിയർ പ്ലേയേഴ്സ് കളിക്കണ്ടോ. അന്ന് നമ്മള് ചെറുതാ, അപ്പൊ നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെ തട്ടി കളിക്കും. അത് കഴിഞ്ഞ് ഞാൻ 10 പഠിക്കുന്ന സമയത്താണ് വിന്നേഴ്സ് ക്ലബ്ബ് രൂപം കൊള്ളുന്നത്. അപ്പൊ അവര് മുന്നേ ഉണ്ടായിരുന്നവര്. അപ്പൊ വിന്നേഴ്സ് ക്ലബ്ബ്, അപ്പൊ അതില് അവിടെ ക്യാരംസ് കളിക്കാൻ പോവാ, നമുക്ക് ചെസ് കളിക്കാം, അതൊക്കെ ഉണ്ട്. പക്ഷെ ഒരു വലിയൊരു കാര്യം ചെയ്തത് സമ്മർ ക്യാമ്പ് വന്നപ്പോ ഒരു കോച്ചിങ് ക്യാമ്പ് വെക്കാൻ തീരുമാനിച്ചു വിന്നേഴ്സ് ക്ലബ്ബ്. കാരണം ഒരുപാട് പ്ലേയേഴ്സ് അവിടെ പ്രാക്ടീസ് ചെയ്യാൻ വരുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് വിന്നേഴ്സ് ക്ലബ്ബ് ഒരു കോച്ചിങ് ക്യാമ്പ് തീരുമാനിക്കുന്നു തിരൂര് സെന്റ് തോമസ് സ്കൂൾ ഗ്രൗണ്ടിൽ. അവിടെ ആ കോച്ച് വരുന്നത് ജോസഫ് റൈസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സ്പോർട്സ് കൗൺസിൽ കോച്ചാ. അപ്പൊ ആള് വന്നു. അപ്പൊ എനിക്ക് ആദ്യത്തെ ഒരു കോച്ചിങ് ആണത്. അതായത് നമ്മൾ ഇതുവരെ ഒരു ക്യാമ്പിന് അങ്ങനെ പോകാനൊന്നും പറ്റിയിട്ടില്ല. അങ്ങനെ ക്യാമ്പിൽ അറ്റൻഡ് ചെയ്തു. 1 മാസം ക്യാമ്പ് കഴിഞ്ഞപ്പോ ആള് അതായത് ഓട്ടോമാറ്റിക് കഴിയുമല്ലോ. അതായത് 1 മാസത്തേക്ക് വിളിച്ചിട്ടുള്ളൂ. കാരണം ക്ലബിന് അത്രേ വരുമാനമുള്ളൂ, അത്രേ കൊടുക്കാനേ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ അവിടെ നിന്ന് ക്യാമ്പിൽ നിന്ന് ഞാൻ തുടങ്ങി. അത് അവസാനം എന്നോട് പറഞ്ഞു ജോസഫ് റൈസർ, ഞാൻ സ്പോർട്സ് കൗൺസിലിൽ കോച്ചിങ് കൊടുക്കുന്നുണ്ട്, വരണമെങ്കിൽ എപ്പോ വേണമെങ്കിൽ വരാം. അത് അങ്ങനെ
അവിടെ ക്യാമ്പിനെ പോയി തുടങ്ങി ഞാൻ 10ാം ക്ലാസ് പാസ്സായതിനു ശേഷം. ആ ക്യാമ്പാണ് പിന്നെ ഞാനിപ്പോ യൂണിവേഴ്സിറ്റി തലത്തിലായാലും അതുപോലെ ആ ക്യാമ്പ് ഇരിക്കുമ്പോഴാണ് അവിടെ ഒരു പ്രോമിസിംഗ് ക്യാമ്പ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വരുന്നത്. 10 കഴിഞ്ഞവരെ സെലക്ട് ചെയ്യാൻ, അതായത് പ്രീ ഡിഗ്രിക്ക് ചേരുന്നവരെ സെലക്ട് ചെയ്യാനായിട്ട്. അപ്പൊ അങ്ങനെ ആ ക്യാമ്പിൽ ഇരിക്കുമ്പോ ഒരു കാര്യം ഉണ്ടായി. കാരണം ഞാന് അന്ന് ചേച്ചി ഒരു വാച്ച് മേടിച്ചെന്നു 10 പാസ്സായപ്പോ. അതും കെട്ടി പാരീസിൽ കൊണ്ട് കളിക്കാൻ പോയി. അന്ന് വിക്ടർ സാറായിരുന്നു കോച്ച്, വിക്ടർ മഞ്ഞില. കളി കഴിഞ്ഞ് വന്നപ്പോ മുണ്ടും ഷർട്ടുണ്ട്, വാച്ച് ഉണ്ടായില്ല. അപ്പൊ അങ്ങനെ ഞാനത് പറഞ്ഞു. അപ്പൊ സാറെടുത്ത് പറഞ്ഞു, സാർ എന്റെ വാച്ചിനെ മിസ് ആയതായിന്ന് പറഞ്ഞു. അങ്ങനെ സാർ ഒരുപാട് അവിടെ ഇവിടെ ഒക്കെ നോക്കാനൊക്കെയാന്ന്. അവസാനം പറഞ്ഞു, ഇനി ഇതിനാണ് കൂടുതൽ വാച്ച് നിനക്ക് കിട്ടണം, നീ പേടിക്കാണ്ടിരിക്കുന്ന പറഞ്ഞു. ഇതിപ്പോ ഒന്നല്ല പോയുള്ളൂ, ഇതിനാണ് കൂടുതൽ നിനക്ക് കിട്ടും. അങ്ങനെ പറയാ അന്ന് പിന്നെ നോക്കിയിട്ട് കാര്യമില്ല, കാരണം അവിടെ ആരൊക്കെ വന്നിരിക്കുന്നു എന്നുള്ളത് കിട്ടൂല. അങ്ങനെ ആ ക്യാമ്പിൽ അത് അങ്ങനെ ഒരു മിസ് അത് പറ്റി, അത് പോയി. അങ്ങനെയാണ് ഞാൻ കേരള ഗവൺമെന്റിൽ അഡ്മിഷൻ കിട്ടുന്നത് എനിക്ക്. കേരള ഗവൺമെന്റ് അന്ന് നമ്മുടെ രാധാകൃഷ്ണ സാറാണ് കോച്ച്, അന്ന് അവിടുത്തെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ. അന്ന് രാധാകൃഷ്ണ സാറുണ്ട്, പിന്നെ രണ്ടിന്റെയും കോച്ച് ജോസഫ് റൈസ് ആയിരുന്നു ഒരു കൊല്ലം. അപ്പൊ എനിക്ക് കുറച്ചും കൂടി എളുപ്പമായി. കാരണം ഞാൻ 3 മണി തൊട്ട് 5 മണി വരെ അവിടെ കളി ഉണ്ടാവും കേരള ഗവൺമെന്റില്. അത് കഴിഞ്ഞ് ഇവിടെ 5:30 തൊട്ട് 7 മണി വരെ നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ടാവും. ആ ക്യാമ്പിൽ അറ്റൻഡ് ചെയ്ത ഒരുവിധം പ്ലേയേഴ്സ് ഒക്കെ ഇന്ന് ജോലിക്കാരാട്ടോ. വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒരു ക്യാമ്പ് ഉള്ളത് കൊണ്ട് നമ്മൾ ഒരുപാട് ചാൻസ് കിട്ടി. അങ്ങനെ നമ്മുടെ എന്താ പറയാ, നമ്മുടെ ആ ടൈമിൽ നമുക്ക് നല്ലൊരു കോച്ചിങ് കിട്ടുകയാണെങ്കിൽ നമുക്കത് അതിനുള്ള മെന്റാലിറ്റി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതെ, നമ്മൾ പോണം എന്നുള്ളത് നമ്മുടെ തീരുമാനം. അതെ, അതാണ് നമുക്കത്, അതാണ് വേണ്ടത്. ഇപ്പൊ എല്ലാവരും പറഞ്ഞത്, ഇപ്പൊ ഞാനും വിജയനും ഒരുമിച്ച് കളിച്ചത് 10 വർഷം ഞങ്ങൾ ക്ലബുകൾക്ക് കളിച്ചു ഒരുമിച്ച്. അതന്നെ, അതാണ് ഞങ്ങളുടെ തുടക്കം. അതായത് 94 തുടങ്ങി 2004 കളിച്ച് ഞങ്ങൾ അവസാനിപ്പിച്ചു. പിന്നെ ഇഞ്ചുറീസ് ആയി. പിന്നെ വിജയൻ വേറെ ക്ലബിലേക്ക് പോയി, ഞാൻ വേറെ ക്ലബിൽ പോയി. കാരണം നമ്മുടെ പ്ലേയിങ് കാരിയറിന്റെ ടൈമിങ് ഇതായല്ലോ, നമ്മുടെ കളി വേറൊരു രീതിയിലേക്ക് മാറ്റേണ്ട ടൈം. അതെ, അപ്പൊ പിന്നെ 10 വർഷം കണ്ടിന്യൂസ് ഞങ്ങൾ അടിച്ചു പൊളിച്ചു. അതെ, എൻജോയ് ചെയ്തു ഞങ്ങൾ ഫുട്ബോള്. അതെ, അല്ല ഞാൻ പറയുന്നത്, ഈ പ്രായം മാറുന്നതോറും ഇഞ്ചുറി ഒക്കെ വരുന്നതോറും നമ്മുടെ പ്ലേയിങ് സ്റ്റൈൽ മാറുമല്ലോ എന്ന് എനിക്ക് തോന്നുന്നു. അതന്നെ, ഇഞ്ചുറീസ് വന്നു കഴിഞ്ഞ് പിന്നെ രക്ഷയൊന്നുമില്ല. അതാണ് പറയാൻ കാരണം എന്താ അറിയോ, ഞാൻ 2000 ഞാൻ പറഞ്ഞില്ലേ 92, 93 കാലഘട്ടത്തിൽ എന്നെ ടീമിൽ എടുത്തില്ല എന്ന് പറഞ്ഞല്ലോ, ഇന്ത്യൻ ടീമിലേക്ക്. ആ ഒരു അവസ്ഥയാണ് നമുക്ക് നമ്മുടെ ആ ടൈമിലേക്ക് വരുമ്പോ. കാരണം പുതിയ പ്ലേയേഴ്സ് വരുന്നു, നമ്മൾ മാറി കൊടുക്കുന്നു. മനസ്സിലായി. അതില് അതാണ്, അവിടെയാണ്. കാരണം നമ്മളവിടെ ഇരുന്നിട്ട് ഒരു കാര്യമില്ല. അല്ല, പക്ഷെ തന്ന ഓർമ്മകൾ എത്രയോ വലുതാണ്. ഐ മീൻ ഞങ്ങളെപ്പോലുള്ള കാണികൾക്ക്, ഞങ്ങളെപ്പോലുള്ള ആസ്വാദകർക്ക് തന്ന ഓർമ്മകൾ എത്രയോ വലുതാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കുട്ടിയായിരുന്നപ്പോൾ കണ്ട കാഴ്ചയാണ് കലൂർ സ്റ്റേഡിയത്തിലേക്ക് നിങ്ങളെല്ലാവരും ഗോളടിച്ച് കഴിഞ്ഞ് ഞങ്ങളിരിക്കുന്ന സ്റ്റാൻഡ്സിലേക്ക് ഓടി വരുന്ന കാഴ്ച. അത് ഇന്നും എൻ്റെ ഈ പ്രായത്തിലും, അല്ലെങ്കിൽ ഇപ്പോൾ കുട്ടി കഴിഞ്ഞ് ഞാൻ മുതിർന്ന ആളായിട്ട് പോലും ഞാൻ ഓർത്തിരിക്കുന്നെങ്കിൽ ഞങ്ങളുടെ കുട്ടിക്കാലവും ഞങ്ങളുടെ യൗവനവും ഞങ്ങളുടെ ബാല്യവും ഒക്കെ മനോഹരമാക്കിയതിനൊക്കെ എന്താ പറയുക, വേറെ ഒന്നും പറയാനില്ല എനിക്ക്. അപ്പം എന്തായാലും നമ്മൾ പാട്ടിലേക്ക് പോകുന്നു. പാട്ട് കഴിഞ്ഞിട്ട് നമ്മൾ എത്താൻ പോകുന്നത് ആ ക്യാപ്റ്റൻ്റെ ആംബാൻഡ് കെട്ടിയ ആ ഒരു സീനിലേക്കാണ്, ആദ്യമായിട്ട് കിടന്ന സീനിലേക്കാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് എത്താം. അതിനുവേണ്ടി കേട്ടുകൊണ്ടിരിക്കും സേതുവാണ് കൂടെ. എൻ്റെ കൂടെ ഉള്ളത് ഫുട്ബോൾ ലെജൻഡ് ജോ പോളഞ്ചേരി. ജോ പോളേനാണ് എൻ്റെ കൂടെ ഉള്ളത് ഇമ്മിണി വലിയൊരാളിൽ. ഇന്ന് സ്വാതന്ത്ര്യദിന സ്പെഷ്യൽ ഇമ്മിണി വലിയൊരാളിൽ. ചേട്ടാ, അപ്പോൾ നമ്മളിത് അവസാനത്തെ ആ ഒരു റൗണ്ട് ഓട്ടത്തിലേക്ക് കടക്കുമ്പോഴേക്കും ആദ്യമായിട്ട് ഇന്ത്യൻ ക്യാപ്റ്റൻ എന്നുള്ള ആംബാൻഡ് അണിഞ്ഞ നിമിഷം ഉണ്ടല്ലോ. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമുക്ക് അറിയേണ്ടത്. നമ്മൾ നേരത്തെ സത്യേട്ടനെ കുറിച്ചും ഷറഫ് അലി സാറിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു പോയായിരുന്നു. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അവരെ പറ്റി പറയുന്നതിൻ്റെ കൂടെ, അല്ലെങ്കിൽ അവരെ ഒന്ന് ഓർക്കുന്നതിൻ്റെ കൂടെ തന്നെ ഞാൻ പറയട്ടെ, സത്യേട്ടൻ ആയിരുന്നു ചേട്ടൻ. ഇപ്പൊ നേരത്തെയും പറഞ്ഞു സത്യായിട്ടുള്ള കാരണം വിജയടൊക്കെ പറയാറുണ്ട്, നിങ്ങളൊന്ന് പോയിട്ട് വേണം ആ ബാൻഡ് എന്റെ കൈമിടാൻ. സത്യേട്ടനോട് പറയോ? കാരണം ആളുണ്ടെങ്കിൽ പിന്നെ വേറെ ആൾക്ക് കൊടുക്കാൻ പറ്റില്ല. അതെ, കറക്റ്റ്. എനിക്ക് ഒരു തവണ ഷറഫയ്ക്ക് ക്യാപ്റ്റനായി തോന്നുന്നുണ്ട്. ഞാനില്ലാന്നുണ്ട്. ഷറഫക്കാരുടെ അണ്ടറിലാണ് ഞാൻ സന്തോഷ് ട്രോഫി കളിച്ചത്. അതായത് ആ സന്തോഷ് ട്രോഫിക്ക് 94 ഷറഫയ്ക്ക് ആയിരുന്നു ക്യാപ്റ്റൻ. വെസ്റ്റ് ബംഗാളിനോട് കളിക്കുമ്പോഴാണോ? അല്ലല്ല, അതായത് ഞങ്ങൾ കേരള ടീമാണ്.
ഞാൻ പറഞ്ഞല്ലേ എന്റെ ഫസ്റ്റ് സന്തോഷ് ട്രോഫിക്ക് ഷറഫൊക്കെ ആയിരുന്നു ക്യാപ്റ്റൻ ആയിരുന്നു. എന്റെ മനസ്സിൽ ഓർമ്മ കിടക്കുന്ന ഷറഫ് അലി സാറ് വെസ്റ്റ് ബംഗാളിന് വേണ്ടിയും ഒരു തവണ കളിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലെ, 1-2 തവണ കളിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഈ സന്തോഷ് കോയമ്പത്തൂർ സന്തോഷ് ട്രോഫി നമ്മള് ജയിച്ച സന്തോഷ് ട്രോഫി സന്തോഷ് ട്രോഫി അന്ന് സത്യേട്ടനായിരുന്നു ഇവർ രണ്ടും ഓപ്പോസിറ്റ് വരുന്നത്. ഓക്കെ, സത്യേട്ടനായിരുന്നു കേരളത്തിന്റെ ക്യാപ്റ്റൻ. ഷറഫൊക്കെ വിജയനും വെസ്റ്റ് ബംഗാളിന് വേണ്ടി കളിച്ചത്. യെസ്, ഞാൻ എന്റെ മനസ്സിൽ എവിടെയോ ഒരു ഷറഫിക്ക് ഒരു വെസ്റ്റ് ബംഗാൾ ഓർമ്മ എനിക്ക് കിടക്കുന്നുണ്ട്. എന്നെ ചോദിച്ചു 92. ഓക്കെ, അപ്പോൾ പറയൂ, ഇവരൊക്കെ കെട്ടിയ അല്ലെങ്കിൽ വേറെ ആരും കൂട്ടണം, നമുക്ക് നമ്മുടെ സത്യേട്ടൻ കെട്ടിയ ബാൻഡാണ് നമ്മുടെ കയ്യിൽ വന്ന് വീണ് കിടക്കുന്നത്. അപ്പൊ എന്തായിരുന്നു ആ സമയത്തുള്ള ഒരു, നമ്മൾ പറയില്ലേ ഉള്ളിന്നൊരു വിറവലായിരുന്നു എന്ന് പറയുന്ന പോലെ ഒരു വികാരം എന്തായിരുന്നു? ഞാൻ 95 ഞാൻ ഓൾറെഡി, അതായത് അക്രമവ് ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ തന്നെയാണ് പെട്ടെന്ന് ചൂസ് ചെയ്തത്. കാരണം എന്നെക്കാൾ മുന്നേ കളിച്ചിരുന്ന ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട് അവിടെ. പിന്നെ വിളിച്ചിട്ട് പറഞ്ഞു നീയാണ് ക്യാപ്റ്റൻ ആവാൻ പോകുന്നത് ടീമിന്റെ ഈ വർഷത്തെ. അത് 93 ഒളിമ്പിക്സിന് വേണ്ടിട്ട്, പ്രീ ഒളിമ്പിക്സിന് വേണ്ടിട്ട്. അത് കഴിഞ്ഞ് പിന്നെ സീനിയർ ആയിട്ട് പിന്നെ സത്യായിട്ട് മാറിയതിനു ശേഷം വിജയൻ വരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ സീനിയർ ടീമിന്റെ ക്യാപ്റ്റൻ ആവുന്നത് 99. ആ ഒരു ഓർമ്മയാണ് നമുക്ക് വേണ്ടത്. അതെ, അതായത് വിജയൻ 96 ക്യാപ്റ്റനായി, 98 വിജയൻ തന്നെയായിരുന്നു ക്യാപ്റ്റൻ ഏഷ്യൻ ഗെയിംസിനെ. അത് കഴിഞ്ഞ് ഞാൻ സാഫ് ഗെയിംസിന് 99 ഞാൻ ക്യാപ്റ്റനായി. അതാണ് അവിടുന്ന് 2002 വരെ ഉണ്ടായിരുന്നു. പിന്നെ അത് ഇടയ്ക്ക് മാറിയും ഇതൊക്കെ ആയി. പിന്നെ കണ്ടിന്യൂസ് ഒരാൾക്ക് കൊടുത്തിരുന്നില്ല, മാറ്റങ്ങൾ വരുത്തി തുടങ്ങി. അവരിടയ്ക്ക് അങ്ങനെയായിരുന്നു തോന്നുന്നല്ലേ, മാറി മറിഞ്ഞു. പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോ സുനിൽ ഛേത്രിയുടെ നമ്പർ 11 ആണെന്ന് നമ്മൾ പറയും. പക്ഷെ എന്റെ മനസ്സിൽ വേറൊരു 11 ഉണ്ട്, അത് ജോ പോൾ അഞ്ചേരി 11 അല്ലേ? എന്റെ ഓർമ്മ തെറ്റല്ലല്ലോ, 11 തന്നെയാണ്. സന്തോഷ് ട്രോഫി കളിച്ചപ്പോ കിട്ടിയത് 11 പിന്നെ ആ നമ്പർ അങ്ങോട്ട് മാറ്റാൻ പോയില്ല. പിന്നെ ചില ക്ലബുകളിൽ ചെല്ലുമ്പോ നമുക്ക് വിചാരിച്ച പോലെ നമ്പർ കിട്ടില്ല. ചേട്ടാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചേട്ടന്റെ എന്നേക്കാൾ വലിയ എന്താ പറഞ്ഞ, ഞാൻ എന്റെ അഹങ്കാരം കൊണ്ട് പറയാണ്, ഞാൻ ചേട്ടൻ്റെ ഒരു വലിയ ആരാധകനാണ്. അല്ല, ഞാൻ തമാശക്ക് പറഞ്ഞിട്ടുണ്ട്, അത് ഒരുപാട് പേരുണ്ട് ആ കൂട്ടത്തില്. പക്ഷെ ഞാൻ ചേട്ടനോട് നേരിട്ട് പറയണമല്ലോ എന്നുള്ള രീതിയിൽ അങ്ങനെ ചുമ്മാ ഒരു തമാശയും കലർത്തി അങ്ങ് പറഞ്ഞെന്നുള്ളൂ. പക്ഷെ ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞോട്ടെ. എൻ്റെ ബാല്യം, എൻ്റെ കൗമാരം, ഇപ്പം ഞാൻ നിൽക്കുന്ന എൻ്റെ ഈ ജീവിതത്തിൻ്റെ അവസ്ഥ, ഇതെല്ലാം മനോഹരമാക്കിയതിന് നിങ്ങളോട് ഓരോരുത്തരോടും ഞാനൊരു കട്ട ഫാനാണ്. ഞാൻ നേരത്തെ തമാശ കലർത്തിയത് പറഞ്ഞെങ്കിൽ പോലും ഫുട്ബോളാണ് ലൈഫ്. അയ്യോ, ഫുട്ബോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ത്യൻ ഫുട്ബോളിലെ ഓരോ നീക്കവും ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒരിടയ്ക്ക് ഞാൻ ബയോയിൽ എഴുതി വെച്ച് ഇന്ത്യൻ ഫുട്ബോൾ ലവർ എന്നാണ്. ഞാൻ ഫുട്ബോൾ ലവർ എന്ന് പോലുമല്ല, ഇന്ത്യയുടെ ഫുട്ബോൾ നീക്കങ്ങൾ നോക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ആരാധകൻ തന്നെയാണ് ഞാൻ എല്ലാ കാലത്തും. അപ്പോൾ നമ്മളെയൊക്കെ ആ ഒരു പാതയിലേക്ക് വഴിതിരിച്ചു വിട്ടത് പക്ഷേ വീട്ടുകാരുണ്ട്, ഒബ്വിയസ്ലി വീട്ടുകാരുണ്ട്, അച്ഛനുണ്ട്, കൊച്ചനുണ്ട്. പക്ഷെ അതെ, നമ്മള് ഇപ്പൊ പറയാം, ഞാൻ ഫുട്ബോൾ കാണാൻ കാരണം എന്താ, ഫുട്ബോൾ 86 വേൾഡ് കപ്പ് നമുക്ക് കാണാൻ സാധിച്ചുകൊണ്ടാണ് എല്ലാവരും ഇതൊക്കെ ഫുട്ബോളിലേക്ക് ആ സമയത്ത് വന്നത്. സത്യം. അതായത് അന്ന് നമുക്ക് TV, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV ആയാലും എല്ലാവരും ഇരുന്ന് കാണുന്നു. ആ കളിയെ കുറിച്ച് നമുക്ക് അറിയാം, ആധികാരികമായിട്ട് പറയാൻ സാധിക്കുന്നു, മീൻസ് കാണാൻ സാധിക്കുന്നു. അപ്പൊ അതുപോലെ കളിക്കാനുള്ള അവസരങ്ങൾ ആ പ്ലെയറെ പോലെ നമുക്ക് കളിച്ചു കൂടെ എന്നുള്ളൊരു ചിന്ത മനസ്സിൽ വരുന്നു. അതൊക്കെയാണ് നമ്മൾ പറയില്ലേ, എല്ലാതും നമ്മള് ഒന്നല്ലെങ്കിൽ കണ്ടറിവ് അല്ലെങ്കിൽ കേട്ടറിവ്. അതെ. എന്തായാലും ഞാനിപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്നു, ഞങ്ങളുടെയൊക്കെ ഞങ്ങൾ ഈ ജീവിക്കുന്ന ഈ കാലഘട്ടം നിങ്ങളെല്ലാവരും കൂടിയാണ് ഗംഭീരമാക്കിയത്. ഈ പറഞ്ഞ പോലെ ഷറഫ് അലി സാറുണ്ട്, അതിൻ്റെ അകത്ത് വിജയേട്ടനുണ്ട്, സത്യേട്ടനുണ്ട്, പിന്നെ കാൾട്ടൻ ചാപ്മാൻ ഉണ്ട്, ജോ പോളേട്ടനുണ്ട്. അങ്ങനെ ഞങ്ങൾ കളിക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലാണ്ട് നമ്മൾ ഒരിടത്തിലെത്തൂല. അല്ല, ഞാൻ പറയുന്നത് അങ്ങനെ ഞാൻ പേര് പറയാൻ അവിടെയാണ് ചെയ്തോ. കാരണം എന്താ പറയാ, നമ്മളിപ്പോ ഈ ഒഴിഞ്ഞ കാണികൾ കാണികളില്ലാതെ, അതെ, പക്ഷെ കാണികളുടെ ആരവം ഉണ്ടെങ്കിൽ കളിക്കാരന്റെ ലെവലിലേക്ക് എത്തും. കാരണം കളിക്കും നമ്മള്, കളി അതല്ലല്ലോ. പക്ഷെ അല്ലെ, കയ്യടി വേണം, വിസില് വേണം, തപ്പ് കൊട്ടണം, അത് എല്ലാതും ഉണ്ടായിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഞങ്ങള് നേരിട്ട് ചീത്ത കേട്ട ആൾക്കാരാ. അതായത് നല്ലത് ചെയ്ത നല്ലതെന്ന് പറയുമ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, എനിക്ക് നെഹ്റു കപ്പാണോന്ന് എനിക്ക് ഓർമ്മയില്ല, ഞാൻ സ്റ്റേഡിയത്തിൽ ഇരിക്കുന്നുണ്ട്, ഞാൻ കുഞ്ഞാണ്. ഈ പറഞ്ഞ പോലെ ആളുകൾ ചീത്ത വിളിക്കാണ്. പക്ഷെ നിങ്ങൾ ഇപ്പൊ എന്താ പറയുക, നമ്മളെ കളി ആ സമയത്ത് നമ്മൾ എന്താ പറയുക ഭയങ്കര തോറ്റ്
അവസ്ഥ മോശമായി നിൽക്കാന്നല്ല, അതെ. ആളുകള് ഈ പറഞ്ഞ പോലെ ഗ്രൗണ്ടിലേക്ക് നോക്കി ചീത്ത വേറെ നമ്മുടെ ആരാധകർ ഒരിക്കലും അന്നും ഇന്നും വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പക്ഷെ ചീത്ത വിളിക്കുന്നുണ്ട് എനിക്ക്. പക്ഷെ കേരളത്തില് ഞാൻ പറഞ്ഞില്ലേ, കേരളത്തില് ആരാധകർ എന്ന് പറഞ്ഞാൽ കളിക്കുന്ന ടീമിനെ സപ്പോർട്ടാ, അത്രേ ഉള്ളൂ. അല്ല ഞാൻ പറയുന്നത് ഞാനാണ് ഒരു മാറ്റം വരുത്തിയത്. കൽക്കട്ടയിലൊക്കെ ഗോവയിലൊക്കെ ആണെങ്കിൽ അവര് സ്വന്തം ക്ലബ്ബ് അവരേറ്റ വലിയത്. കേരളത്തില് കാണികൾ എന്ന് പറഞ്ഞാൽ അത് ആരെ നല്ലപോലെ കളിക്കുന്നു ആ ടീമിനെ വീണ്ടും സപ്പോർട്ട് കൊടുക്കും. പക്ഷെ കേരളത്തിന് സപ്പോർട്ട് ഉണ്ടായിരിക്കും, പക്ഷെ കേരള ടീം നന്നായി കളിക്കുന്നില്ലെങ്കിൽ മറ്റേ ടീമിനെ സപ്പോർട്ട് ചെയ്യും. നമുക്കെതിരെ എലാനോ ബ്ലൂമർ വന്ന് ഗോൾ അടിച്ചിട്ട് പോയപ്പോഴും, അതേപോലെ മറ്റേ ഉറുഗ്വേയുടെ മറ്റേ സ്വർണ്ണ തലമുടിക്കാരൻ മുംബൈ സിറ്റിക്ക് വേണ്ടി ഫോർലാൻ വന്ന് 4-5 അദ്ദേഹം അടിച്ചിട്ട് പോയപ്പോഴും നമ്മുടെ കാണികൾ കൈയടിച്ചപ്പോഴും ഫോർലാന് വേണ്ടിയിട്ടാണ്. അടിപൊളി കളിയായിരുന്നു മച്ചാനെ എന്ന് പറഞ്ഞു വിട്ട്. അല്ല ഞാനിപ്പോ ആലോചിക്കണം, ഞാൻ പറഞ്ഞ നമ്മുടെ ഇന്ത്യൻ ടീമിന്റെ കളിയൊന്നും മോശമായപ്പോ ഞാൻ ആലോചിക്കുന്നുണ്ട്, നമ്മൾ ഒരു ഗോൾ അടിച്ചല്ലോ, പിന്നെ നമ്മളെ, പക്ഷെ നമ്മളെ കളി തിരിച്ചു വന്നിട്ടോ. ട്രെൻഡ് മാറിയിട്ടുണ്ടോ ഇപ്പോ? ഓക്കെ, അല്ല മാറ്റങ്ങൾ കൊണ്ടുവരണം. എല്ലാവരും ഇപ്പൊ നോക്കുക, ഇപ്പൊ എല്ലാവർക്കും ഫാൻ ബേസ്ഡ് ആണ്. അപ്പൊ അത് കാരണം അവർക്കൊരു അത് കാണികളെ സമ്മതിക്കണം. സത്യം. നമ്മൾ പറഞ്ഞ ഒരുപാട് ടീമുകളുണ്ട് താഴെ പോയി കിടന്നിട്ടും ആ കാണികൾ ഒരിക്കലും അവരെ കൈവിട്ടിട്ടില്ല. സത്യം അങ്ങനെയുണ്ട്. ഈസ്റ്റ് ബംഗാളിന്റെ കാര്യം പറഞ്ഞ പോലെ ഈസ്റ്റ് ബംഗാൾ ഏറ്റവും താഴ്ത്തു വന്നിട്ട് പോലും ആൾക്കാർ വിട്ടില്ലല്ലോ. ഇല്ല അവിടുന്ന്. അതെ. അത് ഞാൻ പറഞ്ഞ അതുകൊണ്ടാണ് കാണികൾ ഉണ്ടായിരിക്കണം, നമുക്ക് സപ്പോർട്ട് വേണം, എന്നാൽ മാത്രമേ കളിക്കാരന്റെ ലെവലിലേക്ക് എത്തൂ. ഞാൻ പറഞ്ഞില്ല ചേട്ടൻ പറഞ്ഞ കാര്യത്തിൽ ഒന്നുകൂടി ഞാൻ ആഡ് ചെയ്തോട്ടെ. അത് ഈ ചീത്ത വിളിക്കുമെന്ന് പറഞ്ഞില്ലേ, അന്ന് ഞാൻ പറഞ്ഞില്ല, ചേട്ടൻ കേട്ടില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് ആ കളി നമ്മൾ തിരിച്ചു വന്നു കേട്ടാ. എനിക്ക് തോന്നണം നിങ്ങളെല്ലാവരും നിങ്ങൾ തിരിച്ചൊന്നും പറയുന്നില്ല, പക്ഷെ ഇവിടുന്ന് അടിക്ക് എന്നൊക്കെ പറഞ്ഞ ആൾക്കാരെ വിളിച്ചു പറയുന്നുണ്ട്. എന്തൊട്ട് കാണിക്കുന്നു വിജയ എന്നൊക്കെ പറഞ്ഞ് പുറകിന്ന് മുകളിൽ നിന്നും ജോപ്പോളെ പാസ് കൊടുക്ക് എന്നൊക്കെ പറഞ്ഞ് ഒച്ചയൊക്കെ ഉണ്ട്. ഞാനൊക്കെ ഒരു ഗോൾ അടിച്ച് നിൽക്കാനുള്ള, പിന്നെ എന്തിനാണ് ഇങ്ങനെ ആൾക്കാർ ദേഷ്യപ്പെടുന്ന വിചാരിച്ചു. പക്ഷെ ആ ദേഷ്യമാണ് നിങ്ങളുടെ ഊർജ്ജം എന്നുള്ള എനിക്ക് പിന്നെയല്ലേ മനസ്സിലാവുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും സന്തോഷം ചേട്ടാ. നമ്മുടെ സംസാരം ഇനിയും തുടർന്നുകൊണ്ടിരിക്കും, പക്ഷെ നമ്മുടെ സമയം അവസാനിച്ചു. ഞാൻ ഇനിയും വിളിക്കും. അതായത് 15-ാം തീയതി കഴിഞ്ഞു പോകും. 15-ാം തീയതി സത്യം. ഞാൻ പറഞ്ഞു ഞാൻ ഇനിയും വിളിക്കും. അപ്പൊ ചേട്ടൻ ഇതേപോലെ തന്നെ ഫോൺ എടുക്കും. ചേട്ടൻ പറയും സേതു തിരക്കാണെങ്കിൽ, ചേട്ടൻ ഇനിയും പറയും സേതു തിരക്കാണ്, നമുക്ക് വേറൊരു ദിവസം അല്ലെങ്കിൽ വേറൊരു ദിവസം ഞാൻ സെറ്റാക്കാം എന്ന് പറയുന്ന ആ ഒരു ബന്ധം തുടരണം എന്നുള്ളത് തന്നെയാണ് എന്നെ എല്ലാവരുടെ അന്വേഷണം പറയാം. അപ്പൊ എന്തായാലും സന്തോഷം. താങ്ക് യു, ബൈ. കേട്ടുകൊണ്ടിരിക്കുക സർഗക്ഷേത്ര 89.6 FM കാതോരം, കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര.